നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. അപ്പം നമ്മൾ കൂടുതലും EV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും. കാരണം നമ്മൾ ബാക്കിൽ കിടക്കുന്ന വണ്ടി ഓൾറെഡി ഈ വണ്ടി അത്യാവശ്യം യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ വണ്ടി ഒരു 2 ലക്ഷം കിലോമീറ്റർ മേളിൽ കേരളത്തിൽ ഓടിയ വണ്ടിയാണ്. നെക്സോണിൻ്റെ ആദ്യ സമയത്തെ വണ്ടിയല്ലേ സാറേ? 2021 വണ്ടിയാണ്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ എന്നുള്ളത് കൂടാതെ ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോണമാർഗ് എന്ന് പറഞ്ഞ് സോണമാർഗ് പോയിട്ടുണ്ട്, പിന്നെ ഭൂട്ടാൻ്റെ നാത്തുല പാസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സ്ഥലത്ത് പോയതിൻ്റെ ഒരു മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ EV എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ലോങ് പോകാൻ വേണ്ടിയിട്ട് പേടിയുണ്ട്. ഇപ്പോൾ EV എടുക്കുന്നത് നമ്മൾ തന്നെ ഇപ്പം നമ്മൾ ഷോറൂമിലൊക്കെ കസ്റ്റമർ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും ഒരു കേരളത്തിലുള്ള ഒരു കമ്മ്യൂട്ടേഷനെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ EV എടുത്തിട്ട് ഇപ്പം എന്നാ പറയുന്നത് കുളു അല്ലെങ്കിൽ ലയം അങ്ങനെയൊക്കെ പോകാനൊക്കെ ഉള്ള പരിപാടി നമുക്ക് പിന്നെ നമുക്ക് പേടിയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം, ഇതിന് 30 കിലോവാട്ടുള്ള വെഹിക്കിളാണ്. അപ്പം ഇതിൽ സാറ് കണ്ടിന്യൂസ്ലി ഒത്തിരി ചാർജിങ് ഒക്കെ ചെയ്തിട്ടാണ് അവിടെയൊക്കെ പോകുന്നത്. അപ്പം ഈ ഒരു EV മേടിച്ച് കഴിഞ്ഞാന്ന് വെച്ചാൽ ഇത്രയും ചെറിയ കിലോമീറ്റർ 200 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടി വെച്ചിട്ട് ഇത്രയും ദൂരെ പോകാൻ എഫിഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ അതിന് എത്രമാത്രം കേപ്പബിൾ ആയിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ അത്രയും ഇതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും, അത്രയും EV യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ള കോൺടാക്ട്സ് ഉണ്ടാവും. അപ്പം ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം നിതിൻ സാർ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിതിൻ, എൻ്റെ സ്ഥലം മണിമലയാണ്. ഞാൻ 2021 ഡിസംബർ 23 ഈ വണ്ടി എടുക്കുന്നത്. ഇപ്പം 4 വർഷം മിച്ചമായി. 2,10,000 മിച്ചം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം നിതിൻ സാർ ഈ EVയിലോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയാം? ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഡീസൽ നെക്സോൺ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഡീസൽ അടിച്ച് മടുത്തിട്ട് ഞാൻ വിറ്റിട്ട് 1 വർഷം ഉപയോഗിച്ചിട്ട് വിറ്റിട്ട് മേടിച്ച വണ്ടിയായത്. ഓക്കെ. അത് മെയിൻ റീസൺ ഡീസൽ കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് ടാറ്റയെ കുറിച്ച് സംസാരിക്കാം. ടാറ്റ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയാം. ടാറ്റ ആയിട്ടുള്ള ബന്ധം എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത ടാറ്റയായിട്ട് നല്ല ബന്ധം തന്നെയാണ്. പക്ഷേ ഞാൻ ടാറ്റ വിരോധിയായ ആളായിരുന്നു. പിന്നീട് ഞാൻ ടാറ്റയിലോട്ട് പോയി രണ്ടാമത് വന്നതാണ്. ആദ്യം ഞാൻ ഇൻഡിഗോ ഡൈക്കോർ ഉപയോഗിച്ച ആളാണ്. അത് കുറേ വർഷമായി. ഞാൻ എൻ്റെ വർഷം കറക്റ്റ് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് 2007 കാലഘട്ടത്തിലാണ് ഡൈക്കോർ ഇറങ്ങിയ വർഷം. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് 800ാമത്തെ കിലോമീറ്ററോടെ എൻ്റെ വീട്ടിലെ കാർഷടി ഓയിൽ വീഴാൻ തുടങ്ങി. അത് 1.25 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നതോടും വരെ ആ ഓയിൽ ലീക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ടാറ്റയുടെ വണ്ടി ഉപേക്ഷിച്ചിട്ട് പിന്നെ ഞാൻ ടൊയോട്ട എടുത്തു. അതും ഒരു 1.80 മറ്റേ എത്തിയോസ് ഡീസൽ അത് 1.80 ഓടി. അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ നമ്മുടെ ആസ്പയർ എടുത്തു. ഡീസൽ അത് 85 കിലോമീറ്റർ ഓടി. അന്ന് അത് വെള്ളത്തിൽ പോയായിരുന്നു വണ്ടി. 2021 വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വണ്ടിയുടെ മണ്ടക്കടെ വെള്ളം കയറി ഒഴുകി. അപ്പോൾ അങ്ങനെ അത് ടോട്ടൽ ലോസായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡീസൽ എടുക്കുന്നത്. നെക്സോൺ ഡീസൽ എടുക്കുന്നത്. അത് കൊടുത്തിട്ട് പിന്നെ ഇതെടുത്തു. ഓക്കെ. അപ്പം ഈ സാർ എടുക്കുന്ന സമയത്ത് ടാറ്റയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്തായിരുന്നു? നമുക്ക് ഈ പഴയ ഫീഡ്ബാക്ക് കിടക്കുന്നതുകൊണ്ട് അപ്പം നമ്മുടെ ഇതിന് വണ്ടി തരാമെന്ന സെയിൽസ്മാൻ പറഞ്ഞ്, സാറേ ഇപ്പം പഴയ ടാറ്റ അല്ല, ഡിസൈൻ ചെയ്യുന്നതെല്ലാം മറ്റേ നമ്മുടെ അവരുടെ മറ്റേ റേഞ്ച് റോവറാണ്. അതുകൊണ്ട് സാറേ ഒന്നും പേടിക്കണ്ട. ഞാൻ പറഞ്ഞു കൊള്ളാം. അപ്പം ഈ പൊതുവെ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ടാറ്റയുടെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പം ഈ ഫീഡ്ബാക്കും അല്ലെങ്കിൽ ഇതിൻ്റെ റിയാലിറ്റി തന്നെ സാറിന് തോന്നി തന്നെ? കാരണം സാർ ഇപ്പം ഇത്രയും കിലോമീറ്റർ ഓടിക്കുന്ന പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം അത് ഒത്തിരി ആ ബ്രാൻഡോട് അതുപോലെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് സാറിന്. അപ്പം ശരിക്കും ടാറ്റയ്ക്ക് എന്താ ചേഞ്ച് വരേണ്ടത്, അല്ലെങ്കിൽ ശരിക്കും ഈ ആൾക്കാർ പറയുന്നതൊക്കെ ശരിയാണോ? ടാറ്റ ചെയ്യേണ്ട മെയിൻ കാര്യം കസ്റ്റമർ ഫ്രണ്ട്ലി ആവുക, അതല്ല. കാരണം നമ്മളിപ്പോൾ ഞാൻ ടാറ്റയ്ക്ക് ഒരു സർവീസ് സെൻ്ററിലെ സർവീസ് മോശമാണെന്ന് പറഞ്ഞ് ഒരു മെയിൽ അയച്ചാൽ അത് നേരെ റിവേർട്ട് ചെയ്യുന്നത് ആ സർവീസ് സെൻ്ററിലോട്ട് തന്നെയാണ്. അതുകൊണ്ട് കഥയില്ല. എനിക്ക് ടൊയോട്ടയിലൊക്കെ നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ആ സർവീസ് സെൻ്ററിൽ പിന്നെ ആ വണ്ടി ശരിയാക്കാൻ അവർ പറയുകയില്ല. അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇന്ന സർവീസ് സെൻ്ററിൽ പോകും, നമ്മുടെ ടീം അവിടെ വെയിറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്കത് പ്രശ്നം സോൾവ് ആക്കി കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മെയിൽ അതേപടി ഒരു മാറ്റം പോലും ഇല്ലാതെ നേരെ അങ്ങോട്ട് എടുത്തിടും. അതത്ര ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. നമ്മളൊരു കംപ്ലയിൻറ്റ് ഒരാളെ പറ്റി പറയുമ്പോൾ ആ കംപ്ലയിൻറ്റ് ഇതിനെപ്പറ്റി ഈ ഒരു കംപ്ലയിൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പിന്നെ അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കും ഉണ്ടാവും അവർക്കും ഉണ്ടാവും. എനിക്ക് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ സാർ അങ്ങനെ ടാറ്റ മോശം അനുഭവം ഇല്ല. മോശം അനുഭവം ഇന്നും അന്നും ഉണ്ടായിട്ടില്ല, അന്നും ഉണ്ടായിട്ടില്ല. അന്ന് എൻ്റെ വണ്ടി 800ാമത്തെ കിലോമീറ്റർ ഓയിൽ ലീക്ക് വന്നപ്പം ഞാൻ ഈ വണ്ടി കൊണ്ട് ചെല്ലുമ്പം
അതവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ടാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നീ വണ്ടി ഓയിൽ ലീക്കായിട്ട് കൊണ്ടുവന്നാലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അത് എനിക്ക് അന്ന് കൊടുക്കുന്നതോടെ വരെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തന്നു. 1 രൂപ പോലും മുടക്കാതെ ആ ഓയിൽ ലീക്ക് മാറ്റി തരുന്നുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഓയിൽ ലീക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഈ വണ്ടി എടുത്ത് എത്ര നാൾ കഴിഞ്ഞായിരുന്നു ഓയിലേക്ക് വന്നിട്ട്? 800ാമത്തെ കിലോമീറ്റർ. 800 800 സഫാരി ഡൈക്കോറോ? അല്ല, ഇൻഡിഗോ ഡൈക്കോർ. ഇൻഡിഗോ ഡൈക്കോർ. സഫാരി ഡൈക്കോർ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? 800 കിലോമീറ്റർ. സഫാരി ഡൈക്കോറൊക്കെ ഓടി ഉണ്ട്. ഇത് ഇറങ്ങി ആദ്യത്തെ ബാച്ചിലുള്ള വണ്ടിയാണ് ഞാൻ. ആണല്ലേ? ഓ, അടിപൊളി. അതും എൻ്റെ ആദ്യത്തെ വണ്ടി. എൻ്റെ ജീവിതത്തിൽ ഞാൻ മേടിക്കുന്ന ആദ്യത്തെ വണ്ടി അതായത്. ശരിക്കും ഈ ബ്രാൻഡ് എങ്ങനെയുണ്ട് ടാറ്റ എന്ന് പറഞ്ഞത്? ഇപ്പൊ ആസ് എ കസ്റ്റമർ, സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആസ് എ കസ്റ്റമർ ബ്രാൻഡ് എന്നല്ല, അവർ ഒരുപാട് ഇന്നോവേഷൻ നടത്തി പുതിയ പുതിയ വണ്ടികൾ നമ്മളിലേക്ക് കൊണ്ടുതരാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു ടെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ 4 വർഷം ടാറ്റയിൽ വർക്ക് ചെയ്തത്. അപ്പം കാരണം ഇത്ര മാത്രം ഇൻവെസ്റ്റ്മെന്റ് മുടക്കി ഇത്ര മാത്രം അവര് എന്ന് വെച്ചാൽ ഒത്തിരി അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏകദേശം നമ്മൾ ഈ ഒരു റേഞ്ച് റോവറിന്റെ ഒരു ഡിഫൻഡറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഏറെക്കുറെ അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലത്തെ വണ്ടി, ഒത്തിരി സിമിലർ ആയിട്ടുള്ള വണ്ടി ഇപ്പൊ നമ്മളെപ്പോലുള്ള ഇപ്പം ഒരു 20 lakh ഒക്കെ ബഡ്ജറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അവർക്ക് ഒരിക്കലും 1.5 കോടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 20 lakh ബഡ്ജറ്റുള്ള ആൾക്ക് ഏകദേശം ആ ഒരു രൂപത്തിലുള്ള ഒരു വണ്ടി കൊണ്ടുനടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പ്രൗഡ് അല്ല. സത്യമായിട്ട് അത് മാത്രമല്ല, ഞാൻ ടാറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഒരു വണ്ടി തന്നെ ഇഷ്ടം പോലെ വേരിയൻറ്റിൽ ഇറക്കും. ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്ത് ടോട്ടൽ മേടിക്കുന്ന ഒരാൾക്ക് ബേസ് മോഡലുള്ളതിന് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപയ്ക്ക് അവർ വണ്ടി കൊടുക്കും. എനിക്കൊന്നും അതിന്റെ വേരിയന്റ് ഒന്നും ബാക്കി എഴുതിയിട്ടില്ല. എഴുതാൻ പറ്റത്തില്ല, അതുപോലെ വേരിയന്റ് ഉണ്ട്. നെക്സോൺ ഡീസൽ എടുത്ത സമയത്താണ് 13 വേരിയന്റ് ഉണ്ടായിരുന്നു. അത്രയും വേരിയന്റുള്ളൊരു വണ്ടി കേരളത്തിലൊന്നല്ല, ഇന്ത്യയിൽ പോലും ഇറക്കി കാണത്തില്ല ഒരു കമ്പനി. അല്ല, ആ സമയത്ത് ഞാനും എൻ്റെ സ്പെക്കൊന്നും മര്യാദയ്ക്ക് പഠിച്ചില്ല, എനിക്കും അറിയത്തില്ല. അപ്പോൾ എനിക്കറിയാവുന്ന 1-2 മോഡലുണ്ടായിരുന്നു. ഞാൻ ആ മോഡലിൽ മാത്രമേ കസ്റ്റമർ സംസാരിക്കത്തുള്ളായിരുന്നു, ബാക്കിയൊന്നും ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. ഇതിനൊക്കെ ഞാൻ കണ്ടേക്കുന്നത് ഇതിനാന്ന് വെച്ചാൽ ടാറ്റയ്ക്കൊക്കെ ഉള്ള ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൈസിങ്. ആ ടാറ്റയുടെ പ്രൈസിങ് വേറൊരു വണ്ടിക്കും പിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ 2026 ന്യൂ പഞ്ചീവി ഇറക്കുന്നത് ഏകദേശം 12.5 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ലോങ് റേഞ്ച് 40 കിലോവാട്ടുള്ള വണ്ടി. അവർ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വെച്ചിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് അവർക്ക്. പക്ഷേ 12 ലക്ഷം രൂപയ്ക്ക് 40 കിലോവാട്ട് വണ്ടി ഇരിക്കുന്ന അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു കമ്പനി ആര് കൊടുക്കും? ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് 40 കിലോവാട്ട് വന്നപ്പം നെക്സോണിൻ്റെ ഡിമാൻഡ് കുറയുന്നവർക്കറിയാം. നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 55 കിലോവാട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ടോ? ഞാൻ ശരിക്കും ഒരു നെക്സോൺ ഫാനാണ്. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് ബാക്കി ഞാനിതുവരെ ഓടിച്ച വണ്ടികളെക്കാളും ഒക്കെ എനിക്ക് ഓടിക്കാനും എല്ലാം കംഫർട്ടബിൾ നെക്സോൺ തന്നെ. ഇത് ഇത്രയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതെടുക്കാൻ മടിക്കുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ടോ സാർ? ശരിക്കും 2 കാര്യം, ഒന്ന് ലിംബ് മോഡ്, ഒന്ന് ഹൈ വോൾട്ടേജർ. ഈ 2 സാധനം വരുന്ന എല്ലാവർക്കും പേടി. നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് അതിനകത്തൊരു കഥയില്ല. ആദ്യകാലത്ത് നമുക്കും പേടിയുണ്ട്. ഈ വഴി കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അപ്പം നമ്മൾ ഒരിടത്ത് പോയി ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ ലിംബ് മോഡ് വരും. ഇത് എന്തുകൊണ്ട് വന്നെന്നുള്ളത് നമുക്കും അറിയത്തില്ല, കമ്പനിക്കും അറിയത്തില്ല, വണ്ടിക്കും അറിയത്തില്ലാത്തൊരു സാഹചര്യമാണ്. ഈ ഷോറൂമിൽ കൊണ്ടിട്ടാലും അവരൊരാഴ്ച ഇട്ടിട്ടാണ് സാർ ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല, ഒന്നും കൂടെ ഓടിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കും വണ്ടി തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റമറിന് ഞാൻ ഗതി കിട്ടാത്തവനാണ്. അവനെ സ്റ്റാർട്ടാക്കി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മിക്കവാറും ലിംബ് മോഡ് വരും. എനിക്ക് ഇതിനകത്ത് ഞാൻ ഞങ്ങളുടെ ബാക്ക് എൻഡിൽ പുറകായിട്ട് സർവീസിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഈ ആക്സിഡൻറ്റ് പറ്റിയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിനകത്ത് ഈ മാക്സിമം ഈ ഭയങ്കര മേജർ ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല ടാറ്റയ്ക്ക്. അതവർ എന്നെ കുഞ്ഞു വണ്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ ഷെൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഭയങ്കര സ്റ്റീൽ പ്ലാന്റ് ഉള്ളതിന്റെ അഹങ്കാരമായിരിക്കും. അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ചില കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ഒരു കോംപ്രമൈസ് ചെയ്താലും ഈ പാനൽ ഗ്യാപ്പിംഗ് ഒക്കെ ഭയങ്കര ഇവിടെ നോക്കി ചിലപ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ കാണാം. പക്ഷേ എന്നാലും അകത്തിരിക്കുന്ന ചാവുകയില്ല. അല്ല ശരിക്കും പറഞ്ഞാലേ അന്ന് ഒത്തിരി NRIs, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 2020 സമയത്ത് ഒത്തിരി NRIs വീട്ടിൽ അപ്പനും അമ്മയ്ക്ക് വണ്ടി പഠിച്ചെടുക്കുന്ന ഇതാ. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന സമയത്ത് അവർക്കൊരു കുഴപ്പം വരത്തില്ല. അല്ല ശരിക്കും പറഞ്ഞിട്ടുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കുഞ്ഞു വണ്ടി മേടിച്ചാലും ടാറ്റയ്ക്ക് വേറെ പ്രശ്നം. EV പോലും എൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു പുള്ളിയുടെ വണ്ടി പുള്ളി സ്പോർട്സ് മോഡിലിട്ട് ഓടിച്ച് ഉറങ്ങിപ്പോയി. ആ വണ്ടി കണ്ടാൽ നമ്മൾ അയാൾ മരിച്ചെന്നേ വിചാരിക്കും. വണ്ടി മുഴുവൻ പോയി. 4 ടയർ ഒടിഞ്ഞു, ബാക്ക് ഗ്ലാസ് പോയി, ബാറ്ററി പാക്ക് ഊരി താഴെ പോയി, 4 ഡോറ് പീൽ ചെയ്ത പോലെ ആയിപ്പോയി. നമ്മൾ വേറൊരു വണ്ടിയാണെങ്കിൽ അവൻ്റെ അടക്കാം പിറ്റേ ദിവസം. അതെ അല്ലേ, അമ്മാതിരി ഇടി അടിച്ച്. അല്ല എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ
പുള്ളിക്ക് ഒരു പോളർ പോലും വരില്ല. പുള്ളി പിന്നെയും ടാറ്റ EV തന്നെ ബുക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് മാക്സ് ബുക്ക് ചെയ്തത്. ആദ്യം പ്രൈമായിരുന്നു, അത് കഴിഞ്ഞ് മാക്സ്. കാരണം വെച്ചാൽ പുള്ളി പറയുന്നത് ഇനി ഇതിക്കുള്ള വലിയ ഇടി ഇടിക്കാണ്ടില്ല. അല്ല പോസ്റ്റൊക്കെ ഇടിച്ചു പെടത്തി മതിൽ മറിച്ചു. അല്ല ജീവൻ തരുന്നതന്നെ അതിനേക്കാളും വലിയ കമ്മിറ്റ്മെന്റ് വേറൊന്നുമില്ലല്ലോ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ ടാറ്റയുടെ പൊതുവെ വണ്ടികൾക്കെല്ലാം അങ്ങനെയുണ്ട്. എൻ്റെ ഒരു കസിൻ ഹെഡ് ടു ഹെഡ് കൊളീഷൻ സഫാരിയിൽ ഇടിച്ചതാണ് ലോറിയായിട്ട്. പുള്ളിക്ക് ഒന്നും പറ്റിയില്ല. അത് ടോട്ടൽ ലോസായി പുള്ളി അടുത്ത് സഫാരി എടുത്തു. ആണല്ലേ. ഇപ്പോഴല്ല, എനിക്ക് അങ്ങനത്തെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ടല്ലോ സാറേ. എന്ന് വെച്ചാൽ വണ്ടി ഇടിച്ച് ടോട്ടൽ ലോസ് ആയിട്ട് പിന്നെയും ടാറ്റ എടുക്കുന്ന തന്നെ ആൾക്കാരുണ്ട്. ഉണ്ട്. ടാറ്റയുടെ വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാർ പറഞ്ഞ് ചാവുകയല്ലെന്നുള്ളൊരു പേടി. ഈ എത്തിയോസിനൊക്കെ എയർ ബാഗ് ഒന്നും തുറക്കുകയല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഒരു സർവീസ് സെൻറ്ററിൽ ചെന്നിട്ട് അവിടെ ഒരാളായിട്ട് ഉടക്കുക. അപ്പോൾ അവർ പറയുന്നത് സാർ ഇടി ശരിയായില്ല, വണ്ടിക്ക് ഫ്രണ്ട് വശം ഇല്ല. അവർ പറയുന്നത് ഇടി ശരിയാകാത്തതുകൊണ്ടാണ് അത് തുറക്കാത്തത്. പുള്ളി വെച്ച് ഇനി എന്ത് ഇടിയാണോ ഇടിക്കട്ടെ, ആ ഒരു രീതിയിലാണ് അവിടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ടായിരുന്നായിരിക്കാം. ഓക്കെ. അപ്പോൾ അവർ പറയുന്നത് അതിന് റീസൺ പറയുന്നത് സാർ ഇടി ശരിയായിട്ടില്ല. സാറ് എന്നാ ഒരു ഗ്രൂപ്പിലെ ഒരു അഡ്മിൻ ആയിട്ടുള്ള ആളല്ലേ? ഞാൻ കോട്ടയം ഗ്രൂപ്പിലെ ഇവോക്കിൻ്റെ. അപ്പോൾ ഈ ഇവോക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്താണെന്നും ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് പ്രവർത്തനം ചെയ്യുന്നതെന്നുള്ളതും ഇപ്പോൾ ആ ഗ്രൂപ്പിൽ ഒരാൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്നും ആ ഗ്രൂപ്പ് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? ഞാൻ 2021 വണ്ടി എടുത്ത സമയത്ത് നമുക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കയറി തപ്പുമ്പം EV ഉള്ളവരെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് കണ്ടിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ കയറുന്നത്. അപ്പം റെജി എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളിയുടെ സ്വദേശം കൊല്ലമാണ്, അഞ്ചൽ. അപ്പം പുള്ളി ഇങ്ങനെ ആദ്യം ഗ്രൂപ്പായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ആൾക്കാരൊക്കെ ആയി വന്നപ്പോൾ നമ്മളെന്നാൽ സംഘടനയാക്കിയേക്കാന്ന് നമ്മൾ സംഘടനയാക്കി. നമ്മൾ സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തു. ഇപ്പം 18,000 മെമ്പേഴ്സ് നമുക്കുണ്ട്. 8,000 കേരളത്തിൽ മാത്രം. നമുക്ക് 14 ജില്ലയിലും ഈ കോട്ടയം ഗ്രൂപ്പ് പോലെ തന്നെ 14 ജില്ലയിലും ഓരോ ഗ്രൂപ്പുണ്ട്. പിന്നെ മെയിൻ ഫാമിലി ഗ്രൂപ്പുണ്ട്, പിന്നെ ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട്. ഈ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നമ്മൾ വണ്ടി ഒരു എമർജൻസി ടോപ്പിക്സ് മാത്രമേ സംസാരിക്കാറുള്ളൂ. മറ്റേതിനകത്ത് എല്ലാ EV റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ സംസാരിക്കും. എന്ത് ചെറുതും വലുതും എല്ലാ കാര്യവും. നിങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും ആൾക്കാരുണ്ട്. എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഒരിടത്ത് ചെന്നാലും നമ്മൾ പെട്ടുപോകില്ല. എന്തൊരു എമർജൻസി വന്നാൽ എങ്ങനെയെങ്കിലും ഇനി വണ്ടി പ്രശ്നമല്ല, ഇച്ചിരി കഞ്ഞി വേണമെന്ന് പറഞ്ഞാലും കിട്ടും. അതിനൊരു സംശയം വേണ്ട. ആ ഒരു ഭയങ്കര ബോണ്ടിങ് കേട്ടോ. അത് ഞാൻ നമ്മുടെ അഡ്മിനെ സംബന്ധിച്ച് പുള്ളിയാണ് ആ ബോണ്ടിങ്. പുള്ളി അതുപോലെ തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹേർട്ട്. ഇപ്പം ചിലപ്പോൾ ചിലർക്ക് പ്രായം കൂടുതലായിരിക്കും. നമ്മൾ പേര് വല്ലതും അറിയാതെ നമുക്ക് ആളെ അറിയാതെ വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പുള്ളിക്കാരൻ എല്ലാവരും സാറെന്ന് വിളിക്കണമെന്നുള്ളതാണ് പുള്ളിയുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ എവിടെ ചെന്നാലും സാറേന്നാണ് വിളിക്കുന്നത്. ആരെയൊക്കെ കണ്ടത് ആ ഒരു കാരണം വെച്ചാൽ ആ ഒരു ബഹുമാനം പോകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. എനിക്കൊന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതുണ്ടെന്നോ അല്ലേ? ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. എത്ര എണ്ണം? 60 എണ്ണം ഉണ്ട്. അത് മുഴുവൻ ഈ മെമ്പേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ്. ഓക്കെ. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയറിങ് അവർക്ക് പോകുന്നുണ്ട്. അത് വേറൊരു കമ്പനിയായിട്ട് തന്നെ രൂപം കൊണ്ടിട്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് അതിന് അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചാർജിങ് ഓരോ സ്ഥലത്തും വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കുന്നത്. കോട്ടയത്ത് ഒരെണ്ണം ഉണ്ടല്ലേ? കോട്ടയത്ത് ഒരെണ്ണമുണ്ട്. നമ്മുടെ ഇവിടെ അടുത്ത് പാലായിലുണ്ട്, ഈരാറ്റുപേട്ടയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട്. ആണല്ലേ? ഇതിനകത്ത് നമുക്കെന്നു വെച്ചാൽ മെമ്പേഴ്സിന് മെമ്പർ താരിഫിൽ ഇത് ചെറിയൊരു റിഡക്ഷനുണ്ട്. യൂണിറ്റ് പ്രൈസിൽ ഒരു 2 രൂപ മിച്ചം റിഡക്ഷനുണ്ട്. ആ സ്റ്റേഷനുള്ള കംപ്ലൈൻറ്റ് എന്തെങ്കിലും അങ്ങനത്തെ ചാർജിങ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ പ്രശ്നം. പിന്നെ പൊതുവെ കറണ്ടൊക്കെ പോകുന്നു, അല്ലാതെ അങ്ങനെ അല്ലാതെ ചില ചാർജിങ് സ്റ്റേഷനൊക്കെ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്നാൽ എന്നാലും പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യും. അത് വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾക്ക് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം പിന്നെ വഴി കിടക്കുന്ന ഇഷ്യൂസ് ഒന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ വഴി കിടക്കുന്ന പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ കോട്ടയത്ത് വരുന്നെങ്കിൽ എന്നെ വിളിക്കും. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പുള്ളിയുടെ ആ ഏരിയയിൽ അടുത്തുള്ള ആളുമായിട്ട് കണക്ട് ചെയ്യും. അവർ ചെല്ലും, വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ അത് ഇപ്പോഴും ഒരു എമർജൻസി വന്നാൽ അങ്ങനെയാണ്. പക്ഷേ ഇപ്പം പൊതുവെ വഴി കിടക്കുന്നത് വളരെ കുറവാണ്. 2020 സമയത്തൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞ ടോപ്പിക്ക് ഞാൻ ഇതിൻ്റെ സാർ കാശ്മീർ പോയതിൻ്റെ ഒരു കഥയാണ് ശരിക്കും ചോദിക്കാതിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇതൊക്കെ ചോദിച്ചേ വരത്തുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ EV എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്ക് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ വിചാരിക്കും. സത്യമായിട്ടും. കാരണം വെച്ചാൽ ഞാനൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് അന്നൊന്നും ചാർജ് സ്റ്റേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ കാണുന്ന ചാർജിങ് സ്റ്റേഷൻ മുഴുവൻ കയറി ചാർജ് ചെയ്യും. ഇത് എന്തിനാണ് ചാർജ് ചെയ്യുന്നതെന്ന് പോലും ശരിക്കും അറിയത്തില്ല. ചിലപ്പോൾ 90% ഉണ്ട്, എന്നാലും ചാർജിങ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്യും. പേടി കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പോകുന്ന ലോങ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ കോട്ടക്കല, പെങ്ങളവിടെയായിരുന്നു. അതുകൊണ്ട് 9 മണിക്കൂർ എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ മലപ്പുറം സൈഡ്. അതെ. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, നമുക്ക് കല്യാണത്തിനൊക്കെ തലേദിവസം പോകേണ്ടി വരും. ഞാൻ ഈ പോക്കാണെങ്കിൽ തലേദിവസം പോകേണ്ടി വരും. നമ്മൾ ഈ യൂട്യൂബും വീഡിയോയും കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. സർവീസ് സെൻറ്ററിൽ നിന്നും അവർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അവരും കൂടുതലൊന്നും പറഞ്ഞു തന്നില്ല. എങ്ങനെയാണ് ഫാസ്റ്റ് ചാർജ് ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. പക്ഷേ അതൊക്കെ കുറേയൊക്കെ ഇപ്പം മാറി കേട്ടോ. നമ്മൾ മറ്റേതുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളായി.
പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും പല കാര്യങ്ങളും പറയുന്നില്ല. ഈ 21 സമയത്തൊക്കെ ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇഷ്യൂസിൻ്റെ ഒരു ഡെപ്ത് ഇല്ലേ വളരെ കുറവായിരുന്നു. അതിപ്പം അന്നത്തെ ഒരു കാര്യം ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം വണ്ടി കൂടുതൽ ഇറങ്ങിയേക്കുന്നതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂസ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഈ നല്ല ഹൈ റേഞ്ച് കിലോമീറ്ററിൽ ഓടിയേക്കുന്ന വണ്ടി ഒരു പ്രശ്നമില്ലാതെ ഓടുന്ന വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ കംപ്ലൈൻ്റ് ആണ് കൂടുതലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരൊന്നും സംസാരിക്കത്തില്ല. അതാണ് കാര്യം. അപ്പം എപ്പോഴും ആൾക്കാർ കൂടുതൽ ഈ എന്ന് വെച്ചാൽ സംസാരം കൂടുതലും കാട് കയറി പോകുന്നത് ഇഷ്യൂ. അത് ഞങ്ങളുടെ ഗ്രൂപ്പിലും ആ പ്രശ്നം ആൾക്കാർ പറയാറുണ്ട്. ഈ ടാറ്റയുടെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ, പിന്നെ അന്നേരം കംപ്ലൈൻറ്റ് ഉള്ളവരുടെ മണ്ടേ കയറി നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത്. അപ്പം പിന്നെ സംസാരിക്കാൻ ഇഷ്ടം പോലെ വരാം കംപ്ലൈൻറ്റ് ഇല്ലാത്ത. അപ്പം നമുക്കറിയാം ഒരു ചെറിയ പോർഷന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്, നല്ല ഇഷ്യൂസ് ഉണ്ട്. ശരിക്കും ഈ 2021 മുതൽ ഇവിടം വരെ 26 വരെ ആയല്ലേ, ശരിക്കും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് സാറേ ഈ വണ്ടിയുടെ പിന്നെ ഇഷ്യൂസിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്. അവർക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആ കൺഫ്യൂഷനായിരുന്നു, ഇതെന്നാ ചെയ്യണം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു ധാരണാപശ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം ഭയങ്കരമായിട്ട് മാറി. ഇപ്പം നമ്മുടെ സർവീസ് ഉണ്ട്. ഇപ്പം പുതിയതായിട്ട് എനിക്ക് നിപ്പോൺ ഗ്രൂപ്പാന്ന് തോന്നുന്നു ലെക്സോൺ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നുള്ള സപ്പോർട്ട്, കാരണം എനിക്കൊന്ന് ഞാൻ ഏറ്റുമാനൂർ സർവീസ് വർക്ക് ചെയ്ത് അവർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കര എന്ന് വെച്ചാൽ അവരുടെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അവർ കേരളത്തിൽ മൊത്തം എടുത്തേക്കുന്നത്. പുള്ളി ആത്തിഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ MD, ബാബു സാർ എന്ന് പറഞ്ഞാൽ ബാബു സാർ. അപ്പം ഇവർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഈ ടാറ്റയ്ക്ക് ഇതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും വിപുലമായിട്ട് ഷോറൂമും പണിത് എനിക്ക് വേറെ ഡീലറില്ല. അത്രയും കാശ് മുടക്കിയിട്ടുണ്ട്, നല്ല കാശ് മുടക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എൻ്റെ ഒരു മനസ്സിലെ ഒരു തോന്നലെന്ന് വെച്ചാൽ ഇവർ നിപ്പോണുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. നിപ്പോണിൻ്റെ ടൊയോട്ടയുടെ സപ്പോർട്ട്, കമ്പനി സപ്പോർട്ട്, സർവീസ് സെൻറ്റർ സപ്പോർട്ടല്ല, കമ്പനി സപ്പോർട്ട് ഭയങ്കര ഹ്യൂജാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നമ്മുടെ ഒരു വണ്ടി അവിടെ സർവീസിന് ഡിലേ വന്നാൽ പോലും ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കും, ഇവർ സർവീസ് സെൻറ്ററിൽ വിളിക്കും, എന്തുകൊണ്ട് ആ വണ്ടി താമസിച്ചു, വാഷിംഗ് ബേയിൽ എന്താണ് ആ വണ്ടി അത്ര നേരം കിടക്കുന്നത്, അങ്ങനെയുള്ള കോൾസും ഫീഡ്ബാക്കും ഉണ്ട്. അതൊന്നുമില്ല, എത്ര ഒരു 5 ദിവസം കിടന്നാലും ആരും ചോദിക്കാനൊന്നും വരികയൊന്നുമില്ല. പക്ഷെ പിന്നെ എന്നാന്ന് വെച്ചാൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ വാറണ്ടിയിലാണെങ്കിൽ 1500 രൂപ വെച്ച് വണ്ടിക്ക് കിട്ടും. ആണല്ലേ? അത് കിട്ടും. എനിക്കത് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസം സർവീസ് സെൻ്ററിൽ വണ്ടി കിടന്നാൽ അത് പൂപ്പലും പിടിച്ച് ഒന്ന് അനാഥപ്രേതം പോലെ ഇവിടെ കിടക്കില്ല, പാർട്സ് വരുന്ന പോലെ. അപ്പോൾ ഈ കമ്പനികൾ പാർട്സൊക്കെ സ്പീഡായിട്ട് ഡെലിവറി ചെയ്യുക. ഒരു ഡെഡിക്കേറ്റ്, ഇപ്പം ഞാൻ പറയാം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഇപ്പം അവരുടെ മെയിൻ ബാറ്ററി സപ്ലൈ ടാക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരുടെ ഒരു മെയിൻ പാർട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ അവർ അങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാറ്ററി ഇഷ്യൂസ് പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകും. അതുപോലെ തന്നെ എറണാകുളത്താണ് ബാറ്ററിയുടെ ഇപ്പോൾ ഒരു പ്ലാന്റ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങോട്ട് ഇത് പൂനെക്ക് പോകുന്നതിന് വരെ അങ്ങോട്ട് കൂടുതൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെച്ചമാണ്. പിന്നെ ഒരു പ്രശ്നം എന്താ കാണുന്നതെന്ന് വെച്ചാൽ ബാറ്ററി പാക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി നല്ല കോസ്റ്റ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. ഈ വാറണ്ടി കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം. ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും വാറണ്ടി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ അവരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഗ്രൂപ്പിലായാലും ഈ പുറത്ത് പോയി ചാർജ് എന്ന് വെച്ചാൽ ബാറ്ററി റെക്ടിഫൈ ചെയ്യുന്ന അങ്ങനത്തെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു പുള്ളിയുണ്ട്, ബാറ്ററി റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് കോട്ടയ്ക്കൽ. പക്ഷേ ആ ഒരു സ്റ്റേജിലോട്ട് എനിക്ക് തോന്നുന്നില്ല വണ്ടികളെല്ലാം എത്തിയിട്ടുണ്ടെന്ന്. വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു ഒരു പുള്ളിക്കാരൻ നമ്മുടെ അരുൺ സ്മോക്കിയാന്ന് തോന്നുന്നു ഒരു വീഡിയോ പുള്ളിയുടെ ചെയ്തിട്ടുണ്ട്. ഞാനിത് കൂടാതെ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു വണ്ടി ഇടിച്ച വണ്ടി ആക്സിഡന്റ് മുഴുവൻ അടിച്ച് ടോട്ടൽ ലോസ് ആയ വണ്ടി പുള്ളി പൊക്കി എടുത്തോണ്ട് വന്നിട്ട് പുള്ളി എന്റെ ബാറ്ററി എല്ലാം റീസെറ്റ് ചെയ്ത് പുള്ളി എന്തോ ഇലക്ട്രോണിക് എന്തോ ഒരാളാ, എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് കളർ പോലത്തെ ഒരു കളർ അടിച്ചേക്കുന്ന ഒരു വണ്ടി. അതെ, ഇപ്പൊ പുതിയ ഗ്രീൻ ഉണ്ടായി. അപ്പം ഞാൻ ആളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു തരാമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ പുള്ളി ഇവിടെ പുറത്ത് സൗദിയിലുണ്ട്. അപ്പോൾ പുള്ളി വരുമ്പോൾ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്നത് പതുക്കെ പുറത്തും എനിക്കൊന്ന് കേരളത്തിന് പുറത്ത് എനിക്കൊന്ന് ഈ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ടോട്ടൽ ലോസ് ആയ വണ്ടി നന്നാക്കി പുറത്തിറക്കാമെന്നുള്ളൊരു റൂള്. ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആയ വണ്ടി സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് പോളിസി. ഇത് നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത് ആ സ്ക്രാപ്പ് നമുക്ക് തരും ഇൻഷുറൻസ് കമ്പനി. എത്രയാണോ അവർ അതിന് വില ഇട്ടേക്കുന്നത് ആ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അത് വീണ്ടും റിപ്പയർ ചെയ്യും. അപ്പോൾ ഇതിന് എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ടോ മേടിക്കാൻ പറ്റും. നമുക്ക് സ്ക്രാപ്പ് ചെയ്ത വണ്ടി മേടിക്കാൻ പറ്റും. ടോട്ടൽ ലോസ് ആയി, നമ്മുടെ വണ്ടി ഇടിച്ച് ടോട്ടൽ ലോസ് ആയി,
അപ്പോൾ ഒരു ഇൻഷുറൻസ് തുക പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ആയിരുന്നു. നമ്മൾ ആ സ്ക്രാപ്പ് വാല്യൂ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും. ഓഹോ, അങ്ങനെയുണ്ടോ? അവരോട് സ്ക്രാപ്പിൻ്റെ വാല്യൂ വേണ്ട, ഞങ്ങൾക്ക് വണ്ടി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർ ആ പൈസ ഇടുകയില്ല, പകരം നമുക്ക് വണ്ടി തരും. അതല്ലേ. അപ്പോൾ അത് നമ്മൾ പിന്നെ റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കും. വീണ്ടും ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ആ അതേശാത്ത എത്ര കണ്ടത് സേഫാന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. കാരണം വെച്ചാൽ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അത് കളയുന്നത് കമ്പനി അതുപോലെ പ്രശ്നം പറഞ്ഞിട്ടായിരിക്കുമല്ലോ. എന്തെങ്കിലും അതിൻ്റെ സ്ട്രെങ്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴും അതൊരു മാർക്കറ്റാണ്. പിന്നെ സാറേ, നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോനാമാർഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രീനഗർ കഴിഞ്ഞിട്ട് നമ്മൾ ലേ പോകുന്ന റൂട്ട്, കാശ്മീർ, അത് തന്നെ, അതാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരാണ് സോനാമാർഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ ബോർഡർ ശരിക്കും പറഞ്ഞാൽ എന്നാ ദൂരമുണ്ട്, വ്യത്യാസമുണ്ട്? ഇതെന്നാന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തും ബോർഡറാണ്. നമ്മൾ പലയിടത്തും ബോർഡറിൻ്റെ സൈഡിൽ കൂടെ തന്നെ. ശരിക്കും ഇന്ത്യൻ ബോർഡറിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. അതെ അതെ. നമ്മൾ ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ ജമ്മു കഴിഞ്ഞിട്ടാണ് നമ്മൾ ശ്രീനഗറിന് പോയിട്ടുള്ള വഴി. അന്ന് ഞങ്ങൾ പോകുമ്പോൾ വഴി തീർത്തും മോശമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാവും. രാത്രിയിലും അതിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു ആ സമയത്ത്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് ലോറി ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കും. അപ്പോൾ നമുക്കൊരു ഒറ്റ ലൈനേ ഉള്ളൂ. ലോറിക്ക് എല്ലാം ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അവർ പാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വണ്ടി വന്നാൽ നമുക്ക് ഒതുക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് റോഡ്സ് ആയിരുന്നു. അത് നമ്മൾ ബോർഡറിലോട്ടൊന്നും പോയില്ല. അന്ന് ശരിക്കും നമ്മൾ ലേ പോകണമെന്നോർത്താണ് പോയത്. ഡൽഹി ചെന്നപ്പോൾ എന്നാൽ ശ്രീനഗർ പോയി കണ്ടേക്കാം എന്നോർത്ത് ശ്രീനഗർ പോയി. അപ്പോൾ ഞാനും മോനും കൂടെ ആയിരുന്നു പോയത്. അപ്പോൾ ശ്രീനഗർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളെന്നാൽ പറഞ്ഞു നമുക്കെന്നാൽ ലേ പോവാം. അപ്പോൾ സോനാമാർഗ് വരെ ചെന്നപ്പോൾ ഇവന് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞ് വന്നുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേത്തെ വർഷം ഞങ്ങൾ ഭൂട്ടാൻ പോയി, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. ഇവിടുന്ന് ഈ വണ്ടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നേരം ആദ്യമായിട്ടാണല്ലോ ഇത്രയും ദൂരം പോകുന്നത്. സാറ് ബാംഗ്ലൂരൊക്കെ നേരത്തെ പോയിട്ടുണ്ടോ? അതില്ല, ഞാൻ ആകെ ഒരു ചെന്നൈ യാത്ര മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഇവിടുന്ന് പോകുന്ന എത്ര ദിവസം നിങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു ശരിക്കും? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ഇത് ശരിക്കും അങ്ങനെ വണ്ടി എടുത്തോണ്ട് യാത്ര ചെയ്യാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രാന്താണ്. വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കണമെന്നുണ്ടെങ്കിലും എനിക്കിഷ്ടമാണ്. തന്നെ പോകാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം ആരെങ്കിലും കൂട്ടും. ഞങ്ങൾ ഡൽഹി വരെ വണ്ടി ഓടിക്കാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോയത്. അപ്പം പക്ഷേ ഞങ്ങൾ ചാർജിങ് സ്റ്റേഷൻ ഇങ്ങനെ ലേ വരെ ഉള്ളതൊന്ന് നോക്കി വെച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഏത് ആപ്പിൽ കൂടിയാണ് നോക്കുന്നത്? പ്ലക്ഷറിൽ. അപ്പം അത് എല്ലായിടത്തും അത് എല്ലാ നമ്മൾ സ്ഥലവും കൂടെ നോക്കും. പക്ഷേ നമ്മൾ അതിനകത്ത് ഐഡൻറ്റിഫൈ മുഴുവൻ കിട്ടും. വേൾഡ് വൈഡ് കിട്ടും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലക്ഷറിൽ നമ്മൾ ചാർജർ ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് ആ ചാർജറിനൊരു ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പിൽ കയറി അത് വർക്കിംഗ് ആണോ എന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു 150 കിലോമീറ്റർ റേഞ്ച് വെച്ചൊരു ചാർജിങ് സ്റ്റേഷൻ കാണും. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോയത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തു. നമ്മൾ രാവിലെ ഇവിടുന്ന് 3 മണിയായപ്പോൾ ഇറങ്ങി. നമ്മൾ ആദ്യം കുട്ടിക്കാനം ചാർജ് ചെയ്തു. കുട്ടിക്കാനത്ത് ഗോയ്സിയും ടാറ്റ പവറും ഉണ്ട്. അന്ന് മറ്റേ ഓപ്പൺ കിച്ചണിൽ ഗോയ്സി ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിണ്ടിഗൽ ചാർജ് ചെയ്തു. ഡിണ്ടിഗൽ അതെന്നാ ദൂരം ഉണ്ട്? കുട്ടിക്കാനം ടു ഡിണ്ടിഗൽ 178 അങ്ങനെ. കാരണം വെച്ചാൽ പിന്നെ അങ്ങോട്ട് തമിഴ്നാടാണല്ലോ, വഴി നല്ല ലെവലാണ്, വലിയ ചാർജൊന്നും ഉപയോഗമൊന്നും വരികയില്ല. ഡിണ്ടിഗലിൽ നിന്ന് സേലം എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞു. ഉണ്ണുന്ന സമയം കഴിഞ്ഞായിരുന്നു. സോറി, 1 മണി 1 2 വേണ്ടായി. സേലം എത്തിയപ്പോൾ എൻ്റെ പിടിവിട്ടു. അല്ല ഉറക്കമല്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറാൻ തുടങ്ങി. നമ്മൾ ആദ്യത്തെ യാത്രയാണ്. എനിക്ക് ആകെ വീഡിയോ കണ്ടൊരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്ട്, നിങ്ങളൊരു വീഡിയോ ചെയ്തില്ലേ, ഒരു മറ്റേ പിന്നെ മാക്സ് എടുത്തിട്ട് പിറ്റേ ദിവസം മറ്റേ ലേ പോയത്, മണാലി കുടുങ്ങിപ്പോയ പുള്ളി. അതെനിക്ക് വന്ന ആ വണ്ടി എടുത്ത എടുത്ത് പിറ്റേ ദിവസം കണ്ടുപോയി. 250 കിലോമീറ്റർ അല്ല പുള്ളി പോകുന്നത്. അതെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട എക്സ്പീരിയൻസും, പിന്നെ നമ്മുടെ നോയ്സ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു സിംഗന്മാരുടെ ഒരു ഇതുണ്ട്. അവരൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ, ആ പാർട്ടികളല്ലാതെ വേറെ ഒരാൾ പോലും നമ്മളൊരു മെസ്സേജ് അയച്ചിട്ട് റിക്വസ്റ്റ്, നമ്മൾ വേറെ EV അല്ലാതെ പോയ കുറേ പേരുണ്ടല്ലോ, അവരാരും റെസ്പോണ്ട് ചെയ്തില്ല. ഇങ്ങനെ നമുക്ക് കാരണം ടെറൈൻ അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചോദിച്ചത്. പക്ഷേ ഞാൻ ആദ്യത്തെ ഒരു മെസ്സേജ് അയച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു യാത്ര പോകാൻ വേണ്ടിയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിസ്ക് ഉണ്ട്, സൂക്ഷിച്ചു പോകണം. അപ്പം ഡൽഹി വരെ ശ്രീനഗർ വരെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അത് കഴിഞ്ഞ ചാർജിങ് സ്റ്റേഷൻ ഇല്ല, നമ്മൾ ഹോട്ടലുകളിൽ തപ്പി ചാർജ് ചെയ്ത് പോകണം. അപ്പോൾ അവർ കുറേ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്തു. അതൊരു ഭയങ്കര ധൈര്യമായിരുന്നു. ഞാനൊരു സിക്കാരന് ഞാൻ ഗ്ലോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആണോ? MGയുടെ ഗ്ലോസ്റ്റർ. ഓ ശരി. ഭയങ്കര സ്നേഹം അവർക്ക്. അപ്പം ഞാനന്നേരം സത്യമായി എനിക്ക് ഭയങ്കര ഒരു ബഹുമാനം തോന്നി അവരോട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൽ
ഈ ഇ വിയും അല്ലാതെ വണ്ടികളിൽ രാവും പകലും ഇല്ലാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും മെസ്സേജ് തിരക്കൊണ്ടായിരിക്കാം. ആകുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ പിന്നെ ആരോടും മടക്കം തോന്നുന്നുണ്ട് കാര്യമില്ല. നല്ല ആൾക്കാരായി, നല്ല ആൾക്കാരാണ്. അയ്യോ പഞ്ചാബിലൊക്കെ ചെല്ലണം, ഭയങ്കര നല്ല ആൾക്കാരാണ്. പഞ്ചാബിലൊക്കെ എന്ന് വെച്ചാൽ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലില്ല തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ. പക്ഷെ ഭയങ്കര നല്ല ആൾക്കാരാണ്. നമ്മൾ നന്നായിട്ട് നിന്നാൽ അവരും ഭയങ്കര ഒരു അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മളെപ്പോലെ വൈകുന്നേരം ആയി കഴിഞ്ഞോ ഇന്ന് മുഴുവൻ പണിയെടുത്ത് അവർ ദാബായി അടി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സ്ഥലമുള്ളവരെല്ലാം ബെൻസും ബി എം ഐയിലുമാണ് നടക്കുന്നത്. എല്ലാവരും ആ ഒരു ഹൈ ക്ലാസ് റേഞ്ചിലാണ് അവരുടെ. അപ്പോൾ നമുക്ക് തന്നെ തോന്നും കർത്താവ് കൃഷിയൊക്കെ ചെയ്താൽ ഇത്രയും പൈസ കിട്ടും. പക്ഷെ 10,000-10,000 ഏക്കർ സ്ഥലമായിരിക്കും ഉള്ളത്. അതൊരു വേറൊരു കാര്യമാണ്. പിന്നെ അവർക്ക് പണിയെടുക്കാനും മടിയില്ല. അതിപ്പോൾ അത് കഴിഞ്ഞിട്ട് സേലം എത്തിയപ്പം എനിക്കൊരു ബാക്കൗട്ട് അടിച്ചു. ഞാൻ ഇവനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോയാൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ. അന്നാണ് ആദ്യമായിട്ട് ഈ 4 ഫാസ്റ്റ് ചാർജിങ് 3-4 ഫാസ്റ്റ് ചാർജിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അല്ലാതെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് നമ്മൾ കണ്ണൂർ പോകുമ്പോൾ മാത്രമായിരുന്നു. ഇതിനെ പോകുമ്പോൾ അറിയാവുന്ന വഴിയായതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഉച്ചയായി, നമ്മൾ ഒരിടത്തും എത്തിയില്ല. ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോരാമല്ലോ എന്ന് ഞങ്ങളൊരു പ്ലാൻ ഇടുക. ഇത് നമ്മളെ കൊണ്ട് സക്സസ് ആക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി അന്നേരം കയറി നമ്മളെ അങ്ങ് ചൊറിഞ്ഞു. പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയില്ല, ആർക്ക് പറ്റാൻ, അതാ ഇതാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒരു നാണക്കേട് പോലെ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. സേലത്ത് നിന്ന് പിന്നെ വിട്ടിട്ട് കൃഷ്ണഗിരി ചാർജ് ചെയ്തു. കൃഷ്ണഗിരി ഇപ്പോൾ ഇത് നമുക്ക് റൂട്ടൊന്നും അറിയത്തില്ല. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുള്ള NH-44 കൂടെ പോയാൽ അങ്ങ് എത്തുമെന്ന് അറിയാവുന്നുള്ളതല്ലാതെ നമുക്ക് വേറെ കറക്റ്റ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ മാപ്പിനകത്ത് നോക്കി അടുത്ത സ്ഥലം ഇങ്ങനെ അങ്ങനെ വെച്ചാണ് നമ്മൾ പോകുന്നത്. ഒരു മാപ്പേൽ മണിമല ടു ഡൽഹി മാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ കാരണം വെച്ചാൽ നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് ഡൈവേർട്ട് എന്തോരം ചെയ്തു പോകണമെന്ന് അറിയാൻ വേണ്ടി ഓരോ ചാർജിങ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുമ്പോഴേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കൃഷ്ണഗിരിയിൽ നിന്ന് ഒരു ഡൈവേർഷൻ പറഞ്ഞു. ആന്ധ്രയിലാണോ? അല്ലല്ല, കർണാടകത്തിൽ തന്നെ. ഇത് ഉസ്കോട്ടി എല്ലാം വേണ്ടി ഒരു ഡൈവേർഷനായിരുന്നു. നമ്മൾ ആ വഴിയൊന്നും പോയിട്ട് പോലും ഇല്ലല്ലോ. ഞാനും ഇവനും ഞങ്ങളുടെ വണ്ടി, ഇത് മാത്രമേ ഉള്ളൂ റോഡിൽ. വേറെ ഒന്നുമില്ല. ഒരു 6 മണി സമയമായി, ഇരുട്ടി തുടങ്ങി. ഇത് നമ്മൾ പോകുന്നത് കാടാണോ, ഒരു കുഞ്ഞു പോലും ഇല്ലല്ലേ, ഒന്നുമില്ല, കാടാണോ ഇതാണോ. അപ്പം ഇവനോട് ഞാൻ ചോദിക്കുന്നത് നമ്മൾ പോകേണ്ട വലിയ റോഡ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ. അപ്പോൾ ദൂരെയായിട്ട് കാണിക്കുന്നുണ്ട്, അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുക. വണ്ടിക്കകത്ത് ചാർജുള്ളൊരു ധൈര്യത്തിൽ. ഇത് എക്സിറ്റ് പറയുന്ന ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞില്ല. എനിക്ക് ഇപ്പോൾ പോയപ്പോൾ ആ വഴി പോയാൽ എനിക്ക് ശരിക്കും പേടിയുണ്ട്. നമുക്ക് വേറൊരു ശരിക്കും പേടിക്കും. കാരണം വെച്ചാൽ വേറെ ആരുമില്ല. വഴി ഒരു കൃത്യം ഒരു 1-1.5 വണ്ടി പോവാം, അതിനുള്ള ഒന്നുമില്ല. ഇപ്പോൾ ഈ നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ നിൽക്കുന്ന കൊടും വനത്തിലാണോ അല്ലയോ എന്നൊന്നും പോലും അറിഞ്ഞില്ല. നമുക്ക് ഈ വണ്ടിയുടെ വെട്ടം കാണുന്ന ഏരിയ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ പോലും എതിരെയും വരുന്നില്ല, ഒന്നും വരുന്നില്ല. പിന്നെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടറുകാരൻ പാസ് ചെയ്തത്. അന്നേരമാണ് നമുക്കൊരു ശ്വാസം വീണത്. അത് കഴിഞ്ഞ് പിന്നെ വിട്ടു നേരെ പോയി അനന്തപുരി പോയി കിടന്നു. അനന്തപുരി ബോർഡർ, അതായത് നമ്മൾ കർണാടക ബോർഡറിൽ പോയി ഒരിടത്ത് പോയി സ്റ്റേ അടിച്ചു. പിന്നെ അങ്ങോട്ട് അന്ന് കിടന്നു 700 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് ഓടിച്ച്. അന്ന് രാവിലെ 700 കിലോമീറ്റർ സ്ലോ ചാർജ് ചെയ്യുന്നില്ല, ഇല്ല, ഫുൾ ഫാസ്റ്റ് ചാർജ് ചെയ്ത്. ആ പ്രാവശ്യം ഒരിടത്ത് പോലും സ്ലോ ചാർജ്, ആകെ സ്ലോ ചാർജ് ചെയ്തത് ഞങ്ങൾ ശ്രീനഗറിന് കയറുന്ന വഴിക്ക് ഒരു ടണലില്ല. കാരണം ചാർജിങ് സ്റ്റേഷൻ കറണ്ട് ഇല്ലായിരുന്നു, ഒരിടത്തും ഇല്ല. ചാർജിങ് സ്റ്റേഷൻ ഇഷ്ടംപോലെ ഉണ്ട്, ഒരിടത്തും കറണ്ട് ഇല്ല. പിന്നെ ഒരു ടണലിൻ്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കെട്ടി വലിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം സാർ അന്ന് സ്റ്റേ എടുത്തു. എത്ര ചാർജിങ് ആയിരുന്നു അന്ന് കഴിഞ്ഞ്? 5ാമത്തെ ചാർജ് ചെയ്ത് പോയി കിടന്നു. 5ാമത്തെ ചാർജ് ചെയ്ത് അവിടെ തന്നെ റൂം എടുത്ത് അവിടെ തന്നെ കിടന്നു. 4 ചാർജിങ്ങിൽ 700 കിലോമീറ്റർ കവർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഫുള്ളാക്കാൻ ഇട്ടിട്ട് ഞാൻ പോയി ഫ്രഷായി. അന്നേരത്തിന് ഇപ്പം അടുത്ത് പോയായിരുന്നു കൊച്ച്. അപ്പം ഞാൻ പറഞ്ഞാൽ നീ ഡോർ ചാരിയേരെ ഞാൻ പോയി വണ്ടി ഡിസ്കണക്ട് ചെയ്തിട്ട് മാറ്റിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി ആ സെക്കൻഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പുറത്തും പുള്ളി അകത്തും. അന്നത്തെ ദിവസം വണ്ടിയെ കുറേ വിളിച്ചിട്ട് ഇവരെ എഴുതേക്കുന്നില്ല. ഇവരെ ഞാൻ മടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. പിന്നെ ആ ഹോട്ടലുകാരൻ നല്ലതായതുകൊണ്ട് പുള്ളി എനിക്ക് വേറൊരു റൂം തുറന്നു. അതിന് പൈസ ഒന്നും മേടിച്ചില്ല, വേറൊരു AC റൂം തുറന്നു. സാർ ഇവിടെ കിടന്നു, തിരക്കൊന്നുമില്ല ഇപ്പം എന്ന് പറഞ്ഞ് പുള്ളി. ഞാൻ പിന്നെ അപ്പുറത്തെ ഇവൻ ഈ സൈഡിൽ കിടക്കുന്നു, ഞാൻ ഇപ്പുറത്തെ സൈഡിലെ മുറിക്കകത്ത് കിടക്കുന്നു. രാവിലെ അപ്പനെ എവിടെയാണെന്ന് ചോദിച്ച് വിളിച്ചു. കൊച്ചു വണ്ടി പുള്ളി മുറി കിടന്ന് ഉറങ്ങിപ്പോയി, പൂട്ടിയിട്ടാണ് കിടന്നു. ഞാൻ പുറത്തു. ഞാൻ കുറേ നേരം വണ്ടിയെ പോയി കിടന്നു. ഇത് വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ ഹോട്ടലിൽ ചേട്ടനോട് ചേട്ടാ ഇതിൻ്റെ താക്കോലും എല്ലാം കിട്ടും. താക്കോലും കൊണ്ട് മുതലാളി പോയി, ചേട്ടനും കിടന്നാൽ മതി, ഞാൻ റൂം തുറന്നു തരാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ ആ സ്നേഹപ്രകടനമൊക്കെ ചെയ്തുകൊണ്ട് അവനൊരു ടിപ്പൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. പിന്നത്തെ ദിവസം നമ്മൾ വണ്ടിയിലാണ് കിടന്നു.
നമ്മൾ വഴിയിലാണ് കിടന്നത്. വഴിയിൽ നിന്ന് ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് രാത്രിയിൽ ഓടിക്കാണ്ട് ധൈര്യമായി. ഞങ്ങളൊരു 12 മണി വരെയൊക്കെ ഓടിക്കുമായിരുന്നു. ശരിക്കും രാത്രി ഓടിക്കുന്നത് എത്രമാത്രം സേഫാണ് ശരിക്കും അതുവഴി? NH44 ആണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലോ അതുവഴി. വണ്ടിയില്ല, പക്ഷെ വഴിയിൽ ആരുമില്ല. ഇല്ലല്ലേ? സൂക്ഷിക്കേണ്ട പശു അത് റോഡിൽ കാണും. പശുവിനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പശുവിനെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അവിടുത്തെ ആൾക്കാർ മനുഷ്യനെ അടിക്കുന്നതിനേക്കാളും പ്രശ്നമായിരിക്കും. അവിടുത്തെ ആൾക്കാർ കാശ് മേടിക്കുന്നുള്ള അവരുടെ വികാരമായിട്ടുള്ള ഒരു സംഭവം, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കൂം പിടിച്ച് കിടക്കും. ഒരു സംശയം വേണം. നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അത് തന്നെയാണ് പോളിസി കീപ്പ് ചെയ്യാറ്. നമ്മളൊരിക്കലും ആരുമായിട്ട് ഉടക്കാൻ പോകാതിരിക്കുക. അവരുടെ ഭാഗത്ത് അതെറ്റെങ്കിലും ഓക്കെ ചേട്ടാ കണ്ടില്ല ക്ഷമിച്ചേരെന്ന് പറഞ്ഞ് വിട്ട് പോവുക. കാരണം വെച്ചാൽ വല്ല നാട്ടിലും ചെന്ന് നമ്മൾ അഭ്യാസം കാണിക്കാൻ ചെന്നാൽ ഇവന്മാർക്കൊക്കെ വെല്ലും ബ്രേക്കും ഇല്ലാത്ത ഇടിയേ കിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങനെ 5-ാമത്തെ ദിവസം അഞ്ചാം ദിവസം ഡൽഹി എത്തി അല്ലേ? 5-ാമത്തെ ദിവസം ഡൽഹി എത്തി. നിങ്ങൾ ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി എന്ന് പറയാം. ബാംഗ്ലൂർ കഴിഞ്ഞ് പിന്നെ ഹൈദരാബാദ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്ര ചാർജ് ചെയ്തു? അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും 4 ചാർജിങ്. 5-ാമത്തെ ചാർജ് ചെയ്ത് കൈ കിടക്കും. അത് പിറ്റേ ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഒരു ദിവസം ആ തലേദിവസത്തെ കൂട്ടിയാണ് 4 ചാർജിങ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ചാർജ് ചെയ്ത് പോയത്. അല്ലാതെ ഒരു ദിവസം 4 അല്ല, തലേദിവസത്തെ അതും കൂടെ കൂട്ടി ഫുള്ളാക്കി കിടത്തിയേക്കുന്നതും കൂടെ കൂട്ടിയിട്ടാണ് 4 ചാർജിങ് വരുന്നത്. എന്നും 5-ാമത്തെ ചാർജിങ് പോയി കിടന്നു തുടങ്ങും. എപ്പോഴും നമ്മൾ ചാർജ് ചെയ്യാതെ പോയി കിടന്നതെന്നാന്ന് വെച്ചാൽ അന്നത്തെ ദിവസം പോയി. ഇപ്പം നമ്മുടെ വണ്ടിക്ക് 1.5 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ നമ്മൾ രാവിലെ പോകാൻ എഴുന്നേക്കുന്നത് 8-8:30 ആകുമ്പോഴായിരിക്കും. അപ്പോൾ ചാർജ് ചെയ്ത് വരുമ്പോഴത്തേന് 10:30 കഴിയും. സാർ, ഈ ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി അല്ലേ ശരിക്കും എവിടെയാണ്? കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടോ? അതോ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനായിരിക്കും ഒരു ചാർജിങ് സ്റ്റേഷൻ ഞാനാണ് പോയിട്ട് തിരിച്ച് വരുമ്പോഴും ഞാൻ ചാർജിങ് സ്റ്റേഷൻ ഞാനല്ലാതെ വേറെ ആരും ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഓഫായി പോയാലും ആരും അന്വേഷിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഓഫായി പോയാൽ ഹൃദയം നിന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ലേ? ഉടനെ അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇത് കസ്റ്റമർ വന്നു വന്നില്ല ആ ഒരു ഇതിലാണ്. അതിനകത്തുനിന്നൊരു ലാഭം പോലും അവർ ആഗ്രഹിക്കുന്നില്ല. വെറുതെ വെയിലത്ത് മഴയത്ത്, അല്ലാതെ അതിന് മൂടിയോ കൂടാരോ ഒന്നുമില്ല. ചുമ്മാ ഒരു സാധനം ആകെ മൂടിയുള്ളത് BPCLൻ്റെ അതിന് മാത്രം ഒരു ചെറിയ ഒരു ഇത്. ബാക്കിയെല്ലാം പക്ക വെയിലത്തും മഴയത്തും ആയിരിക്കുന്നു. ഒരു ഇതുമില്ല, ഒന്നുമില്ല. ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയല്ലേ? കണ്ടീഷൻ ഇങ്ങനെയാണ്. പക്ഷേ ഇപ്പം 2024 പോയതിനേക്കാളും കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിലിറ്റിയാണ് 2025 പോയപ്പോൾ. ആണല്ലേ? റേറ്റും കൂടുതലായിരുന്നു. റേറ്റും കൂടുതൽ. ഇതേ കേരളത്തിലെ റേറ്റ്, അവിടുത്തെ റേറ്റ് ഒക്കെ ഒന്ന് പറയാമോ? കേരളത്തിലെ റേറ്റിന് ചിലയിടത്ത് റേറ്റ് കുറവാണ്. ബാംഗ്ലൂരൊക്കെ റേറ്റ് കുറവുള്ളതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അവിടെ എവിടെയൊക്കെയോ റേറ്റ് ചിലയിടത്ത് തീർത്തും കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ റേറ്റ് തമിഴ്നാട്ടിലാണ്. അത് അന്യായ റേറ്റ് ആണല്ലേ? നമ്മളൊരു 500 രൂപയ്ക്കിട്ട് ഇതുവഴി പോയി ചാർജ് തീർന്നത് 35 രൂപ ഉറപ്പായിട്ടോ. 32 രൂപയ്ക്ക് കുറയാത്ത എല്ലാം ഉണ്ട് ഒരു യൂണിറ്റ്. എനിക്കൊന്ന് ഇവിടെയൊക്കെ കഴിഞ്ഞ നാൾ വരെ ഗോയിസി 12 രൂപയ്ക്കായിരുന്നു. അവരെയും കുറ്റം പറഞ്ഞില്ല. റേറ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതല്ലല്ലോ. ഒരു സിംഗിൾ ഗൺ 30 കിലോവാട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ 6-7 ലക്ഷം രൂപ വേണം. ഡ്യുവൽ ഗൺ ആണെങ്കിൽ ട്രാൻസ്ഫോമറും എല്ലാം കൂടെ ആകുമ്പോൾ 10-25 ലക്ഷം രൂപയുടെ മുടക്കാം. ഈ ഇത്ര നാൾ പോയടത്തെ ശരിക്കും ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ കമ്പനി എന്ന് പറയാനൊന്നും ഇല്ലല്ലോ. എല്ലായിടത്തും ഉണ്ട്. ടാറ്റ പവറാണ് ഓൾ ഇന്ത്യ ലെവലിൽ നിൽക്കുന്ന ചാർജിങ് സ്റ്റേഷൻ. ടാറ്റ ആയതുകൊണ്ട് ടാറ്റയുടെ അത് പമ്പുകളിലായിക്കോട്ടെ, എഞ്ചിൻ ഓയിൽ പമ്പ് ടാറ്റയുടെ പവർ ആയിരിക്കും. BPCL മാത്രം ഡ്രൈവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മെഷീനാണ് വെച്ചേക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. എല്ലാ മെഷീനിലും കയറി ചാർജ് ചെയ്തിട്ടുണ്ട്. ചപ്പും ചവറും മെഷീൻ ചാർജ് ചെയ്യുമ്പോൾ ഇളകുന്ന മെഷീൻ വരെ, ഫാൻ ഓണാകുന്നതനുസരിച്ച് ഇളകുന്ന മെഷീൻ വരെ ചാർജ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് ചെയ്യാതെ പോയാൽ വഴിപ്പെട്ടു പോയല്ലേ. ഹൈ വോൾട്ടേജർ അടിച്ചാൽ നമുക്ക് സർവീസ് സെൻ്ററിൽ കൊണ്ടുകൊടുത്താൽ അത് ക്ലിയർ ആക്കാം. അതൊരു വലിയൊരു പ്രശ്നമാണ്. ചാർജിങ് കിട്ടാതെ പെട്ടുപോയിട്ടില്ല. ഇല്ല ഞാൻ എപ്പോഴും ഒരു ചാർജിങ് സ്റ്റേഷന് മുന്നും പുറകുമായിട്ട് ഓരോ ചാർജിങ് സ്റ്റേഷൻ കണ്ടുവെക്കും. ഇപ്പോൾ ഞാനിവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ അടുത്ത ലൊക്കേഷൻ നോക്കുന്നതിനെ, കാണാനുള്ള ലൊക്കേഷൻ നോക്കുന്നതിനെ കൂടുതൽ നമ്മൾ നോക്കുന്നത് മറ്റേ ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്നുള്ളതാണ്. സാറേ ഞാൻ പറയട്ടെ, ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടും പുറത്ത് തന്നെയായിട്ടുള്ള ഒരാൾ, പുള്ളിക്ക് ഈ വണ്ടി എന്തുമാത്രം സെറ്റാവുന്ന സാർ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാണേ, എനിക്ക് ആൾക്ക് വലുതായിട്ട് സെർച്ച് ചെയ്തൊന്നും എടുക്കാനുള്ള ഒരു ഇതില്ല. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ നോളജ് എങ്കിലും വേണം. പുള്ളിയുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എല്ലായിടത്തും പോകണം. അപ്പം അങ്ങനൊരു സംഭവമാണ് പുള്ളിക്കാരനോട് പറഞ്ഞത്. അപ്പം കാരണം വെച്ചാൽ മാപ്പ് നോക്കാൻ അറിയത്തില്ല, അങ്ങനത്തെയൊക്കെ അറിയത്തില്ലാത്ത ഒരാൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ പുള്ളി അതുമാത്രം സ്റ്റഡി ചെയ്തിട്ട് വേണം പഠിക്കണം. നമുക്ക് ചാർജിങ്ങും ഈ മാപ്പും ലൊക്കേഷനും കണ്ടുപിടിക്കാനുള്ളതെങ്കിലും ഭാഷയെങ്കിലും പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല അല്ലേ. ഒരു കാര്യം ഇവന്മാർ പറയുന്നത്, ഇവന്മാരുടെ സ്പീഡിന് നമുക്കിത്
നമ്മുടെ ബ്രെയിൻ അന്നേരത്തെ സെൻസ് ചെയ്ത് അല്ല, ഒരു പരിധി ഹിന്ദി ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് ഹിന്ദി പറഞ്ഞാൽ ശരിയാണ്. ഈ നമുക്ക് ഹിന്ദി അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ബപ്പ വെച്ചിട്ടാണല്ലോ പറയുന്നത്. അവൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അവൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങോട്ട് പറയും. അവൻ ചില വാക്കുകളൊക്കെ പറയുന്നത് എന്താ നീ നമ്മളെ തെറി വിളിച്ചതാണോന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മലയാളം ഇവിടെ എന്താ പറയുക, കോയമ്പത്തൂർ കൊണ്ട് മലയാളം തീർന്നല്ലേ. ഞങ്ങൾ ഒരിടത്ത് ചെന്ന് ചാർജ് ചെയ്യാറായപ്പോൾ ഞങ്ങളൊരു പുള്ളിക്കാരനോട് ചോദിച്ചു, ഇവിടെ ചാർജ് അത് കോൾഡ് സ്റ്റോറേജാണ്, കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്ക് കുത്താൻ സമ്മതിക്കാമെന്ന് ചോദിച്ചു. ഇവൻ ഇതെന്നാന്ന് ഞാൻ പറയുന്നത് അവന് മനസ്സിലാകുന്നില്ല. നമുക്ക് ഈ കുത്തുന്നതിൻ്റെയൊക്കെ ഹിന്ദി എന്നാന്നുള്ളത് നമുക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു 1 കിലോമീറ്ററിൽ എന്നാ ഇത് ടോൾ ബൂത്ത് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. അത്ര മാത്രം അവൻ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ ചെയ്തപ്പോൾ ശരിയാ, അവിടെ ഇപ്പോൾ ടോൾ ബൂത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ആ ഫെസിലിറ്റി ഇല്ല, തൊട്ടപ്പുറത്ത് മറ്റേ ടണലിൻ്റെ ഓഫീസുണ്ട്, അവർക്ക് കറണ്ട് പോയാലും അവിടെ എപ്പോഴും ജനറേറ്റർ വെക്കണം, നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ ഞാൻ വിളിച്ചും പറഞ്ഞേക്കാന്ന് പറഞ്ഞ് പുള്ളി വിളിച്ച് പറഞ്ഞു. നമുക്കത് ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ടിങ് എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയാണ്. അത് ശരിക്കും അത് എല്ലായിടത്തും ഒരുപോലെയൊക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്, എനിക്ക് ഏറ്റവും നല്ല ആൾക്കാരുടെ നമ്മളവിടെ ഒരു താല്പര്യമായിട്ട് തോന്നിയത് പഞ്ചാബിലും ശ്രീനഗറും. ആണല്ലേ? ശ്രീനഗറൊക്കെ നല്ല ആൾക്കാരാണ്, ഭയങ്കര നല്ല ആൾക്കാരാണ്. നമുക്കൊരു പേടിയായി. നമ്മളെന്നു വെച്ചാൽ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഭീകരവാദവും അത് മാത്രമല്ല കേട്ടിട്ടുള്ളൂ. പണ്ട് ഈ കണ്ണൂർക്ക് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം പോകുന്നതിനെ വെട്ടിയിടുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ആ ഒരു ചിന്തയാണ് നമ്മളും അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ജമ്മുവിൽ പോകുന്ന പോലും ജമ്മു എത്തുമ്പം നമ്മുടെ മനസ്സിലെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്ഥലം, അവിടെ ഇവിടെയും വീടുകൾ, പാത്തിരിക്കുന്ന കുറേ ഭീകരർ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. എറണാകുളം ടൗണിനേക്കാളും അടിപൊളി ടൗൺ. വലിയ ടൗണാണ്. നമ്മളിത് ടൗണാന്നുള്ള ചിന്തയില്ല. ഞാൻ അവിടെ ചെല്ലുന്നോണം വരെ ഇത് ടൗൺ ഇത്രയും വലിയ ടൗണാന്നുള്ള അറിയത്തില്ല. നമ്മളിങ്ങനെ മലനിരകളും അവിടെ ഇവിടെയും കുറേ വീടുകളും, നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കണ്ട പോലത്തെ കുറേ വീടുകൾ, അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പോകുന്നത്. പക്ഷേ വലിയ വൻ സെറ്റപ്പ് ടൗണാണ്. ആണല്ലേ? ഹൈദരാബാദ് കഴിഞ്ഞുള്ള റൂട്ട് എന്ന് പറയാമോ? ഹൈദരാബാദ് ഞങ്ങൾ പിന്നെ നേരെ പോയത് സ്റ്റേ ആയിരുന്നു. ഹൈദരാബാദ് സ്റ്റേ അടിച്ചു. ഹൈദരാബാദ് അല്ല, ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് പോയിട്ട് നിർമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷനിൽ കിടന്നുറങ്ങി. വണ്ടി തന്നെ കിടന്നുറങ്ങി. ചാർജിങ് സ്റ്റേഷൻ ഞാൻ പറയുന്നില്ല, ഒരു ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. അവിടെ ചാർജ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടന്നുറങ്ങി. കാരണം ശല്യമൊന്നും അവരുടെ അടുത്ത് ശല്യമൊന്നുമില്ല. പക്ഷേ ഈ മഹാരാഷ്ട്ര റൂട്ടിലൊക്കെ ഇച്ചിരി രാത്രി സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഈ നമ്മുടെ ഗോവ സൈഡിൽ കൂടെ പോകുന്ന റൂട്ടില്ലേ, അതത്ര സേഫ്, രാത്രിയിൽ ഓടിക്കാൻ അത്ര സേഫ് അല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. NH-44 ഒരു ഇഷ്യൂസും. രാത്രി ഡ്രൈവ് ചെയ്യണമെന്നല്ലേ? ഞാൻ ആദ്യത്തെ ദിവസം നേരത്തെ 10 മണിയായപ്പോൾ, കർണാടകമൊക്കെ ആണല്ലോ, കർണാടകമൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾ 6 മണി 7 മണിയായപ്പോൾ നിർത്തി. പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ നോക്കിയപ്പം അത്യാവശ്യം വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുറച്ചും കൂടി ഓടിക്കാം 12 ആയപ്പോൾ തന്നെ ഞങ്ങൾ ആ റൂട്ടിൽ എന്നാന്ന് വെച്ചാൽ വഴിയിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിർത്തി റെസ്റ്റോറൻറ്റ്സിലൊക്കെ റൂം എടുത്ത് ചെറിയ പൈസയ്ക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ അങ്ങ് പോകും. അപ്പോൾ അതിന് മുമ്പ് ചാർജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ചാർജിങ് എപ്പോഴും നോക്കും. പിന്നെ ഞാൻ സ്ഥലം ഓർക്കുന്നില്ല. പിന്നെ ഒരിടത്ത് ഗോയ്സിയുടെ ചാർജിങ് സ്റ്റേഷനിൽ ഒരു ഹോളിൻ്റെ ഫ്രണ്ടിൽ അവിടെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് നമ്മളവിടെ കിടന്നു തുടങ്ങി. കൊതുക് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ എല്ലായിടത്തും നല്ല അടിപൊളി കൊതുക്. ഗോയ്സി അത്യാവശ്യം അവിടെ ഉണ്ടോ? ഗോയ്സി അവിടെ 1-2 സ്ഥലത്തുണ്ട്. ഇപ്പം ഗോയ്സി ഒത്തിരി സ്ഥലത്തുണ്ട്, എക്സ്പാൻഡ് ചെയ്തു. നോർത്തിലോട്ട് ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പം ജമ്മു ശ്രീനഗറിൽ തന്നെ 3-4 എണ്ണം കണ്ടുണ്ട്. ആണല്ലേ? അപ്പോൾ അവിടുന്ന് ഈ എന്നാ ഹൈദരാബാദിൽ നിന്ന് പിന്നെ അടുത്ത സ്ഥലം എവിടെയാണ് സാറേ? ഹൈദരാബാദിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ പിന്നെ ഗ്വാളിയാർ, നമ്മൾ മറ്റേ സിനോയി എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ ഗ്വാളിയാർ, അവിടുന്ന് ആഗ്രയിൽ നിന്ന് പത്താൻകോട്ട നിന്ന് ജമ്മുവിൽ നിന്ന് ഉദംബേരൂർ വഴി ശ്രീനഗർ. ഞാൻ ജമ്മു ടു ശ്രീനഗർ ഒരു സ്ട്രെച്ചായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നല്ല വഴിയായി. നല്ല നമുക്ക് പേടിയാവും. പേടിയാവുമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി കയറിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല, ഒന്നും കാണത്തില്ലല്ലോ. തിരിച്ചിറങ്ങി വന്നപ്പോൾ രാവിലെ ഇറങ്ങി വന്നത്. ചില കുഴിയൊക്കെ കണ്ട വീട്ടിൽ ഒന്നും പോകാനുണ്ട്. പിന്നെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആരും അന്വേഷിച്ചൊന്നും വരണ്ട. അല്ല, പിന്നെ ഇവിടെ വല്ല ഓഫീസാ ചെല്ലിച്ചാൽ മതി. അവിടെ പോകുമ്പോൾ പിന്നെ ഒന്നും കിട്ടത്തില്ല. അവിടുന്ന് ഈ പില്ലർ കയറി വന്നേക്കുന്നത്. മറ്റേ പരിപാടി, ബ്രോഡർ ഓർഗനൈസേഷൻ, റോഡ് ഓർഗനൈസേഷൻ്റെ പരിപാടി സമ്മതിക്കണ്ട. ശരിക്കും നാരായണത്തോടാന്നല്ലേ പണി, ഇടിയാ കെട്ടുക ഇത് തന്നെ പരിപാടി. അത് ഏറ്റവും കൂടുതൽ കണ്ടത് സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്ക് പോകുന്ന വഴിക്ക്. നമുക്ക് പേടിയാവും, ഭയങ്കര പേടി. അത്രയും പേടിച്ചിട്ടില്ല മറ്റോടത്ത്. ഞങ്ങൾ അങ്ങോട്ട് പോയവിടുത്തെ വഴി തിരിച്ചു വന്നപ്പോൾ ഇല്ല, ഒലിച്ചു പോയി. ലാൻഡ് സ്ലൈഡിങ് ഭയങ്കര കൂടുതലാണ്. ഈ കയറ്റം കയറുമ്പോൾ ചാർജ് എങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? വലിയ കയറ്റമൊന്നുമില്ല, നമ്മൾക്ക് തോന്നുന്നത്. നമ്മൾ ഓർക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മണ്ടയിലോട്ട് വലിയ കയറ്റമാണ്. നമ്മൾ താഴെ ഇരുന്നിട്ടാണല്ലോ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത്.
എനിക്ക് തോന്നുന്നു ഞങ്ങൾ കയറ്റം ഈ കഴിഞ്ഞ പ്രാവശ്യം പോയതിൽ കയറ്റം എന്ന് പറയാനുണ്ടായിരുന്നത് സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്ക് എത്താറായപ്പോഴുള്ളൊരു സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ കയറ്റമായിട്ട്. ബാക്കിയൊക്കെ ലെവൽ റോഡാണ്. ആണല്ലേ? നമ്മൾ അറിയേയില്ല, എലിവേഷൻ കയറിപ്പോകുന്നത് നമ്മൾ അറിയേയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ വലിയ കയറ്റം വരുമ്പോൾ നമ്മൾ റീജൻ ഓഫാക്കിയിടും. അതുപോലെ തന്നെ ഇറക്കമാണെങ്കിൽ റീജൻ 3 ഇട്ടിറങ്ങും. അങ്ങനെയൊക്കെ എത്തുന്നത്. എത്ര രൂപയുടെ ഫ്യൂലല്ല ഈ ആദ്യത്തെ യാത്രയിൽ 20,930 രൂപയുടെ ചാർജിങ്. ശ്രീനഗർ വരെ സോൻമാർഗ് വരെ പോയി തിരിച്ചു വന്നതിന്. തിരിച്ചു അങ്ങോട്ട് ഈ പ്രാവശ്യം പോയത് എത്രയായിരുന്നു? ഈ സോനാമാർഗ് പോകുന്നത് എത്ര ദിവസം കൊണ്ടാണ് പോയിട്ട് തിരിച്ചു വരുന്നത്? 14 ദിവസം. 14 ദിവസം കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നോ? ഓക്കെ. അത് മാരത്തോൺ ഓടിയില്ലായിരുന്നു. അത് ശരിക്കും പ്രത്യേകിച്ച് ഒന്നും കാഴ്ച ഒന്നും. എത്ര രൂപ സ്പെൻഡ് ആയിട്ടുണ്ട്? ഒരു 50-60 രൂപ താഴെ അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ഞാൻ നല്ലോണം ആയിട്ടില്ല സാറേ. 11,000 രൂപ ടോള്. ഈ 50,000 11 രൂപ ടോളാണ്. 11,460 രൂപ ടോള് ആണല്ലേ? പക്ഷെ വഴി എങ്ങനെയുണ്ടെന്നേ? വഴി നല്ല ചിലയിടത്തൊക്കെ ജമ്മു ശ്രീനഗറിൽ വഴിയൊന്നും ഇല്ല. പക്ഷെ ടോള് പിരിക്കുന്നവിടെ കറക്റ്റ് 1 കിലോമീറ്റർ നല്ല അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ തോന്നും നമ്മളൊരു 60-70 കിലോമീറ്റർ അല്ലേ പോകുന്നത്. ഓൾട്ടോയൊക്കെ കയറി പോകും നമ്മളതൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഓൾട്ടോക്ക് സൈഡിൽ കൂടെ കയറി വണ്ടിയൊക്കെ പോക്കാം. നമ്മളന്നേരമാണ് ഓൾട്ടോയാന്ന് മനസ്സിലായി. നമ്മളെപ്പോഴും ഈ സൈഡ് പറ്റി പിടിച്ചാണല്ലോ പോകുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ബ്രേക്ക് ഔട്ടേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇങ്ങനെ അങ്ങ് പോക്കോളും. ഇപ്പം ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാണോ സാർ ഇതില് ഭൂട്ടാൻ പോകുന്നത്? അത് കഴിഞ്ഞപ്പോഴാണ് ഈ യാത്രയ്ക്ക് ഇച്ചിരി ഭ്രാന്ത് കയറിയത്. പിന്നെ ധൈര്യമായി. ഇതുകൊണ്ട് എവിടെയും പോകാൻ വലിയ വരാനും പോകാനും ഒന്നുമില്ല. ഈ ഭൂട്ടാൻ വന്ന് ഇവിടെ നേരെ ഡൽഹിയിൽ നിന്ന് അങ്ങനെയാണോ? അല്ലല്ല, ഭൂട്ടാൻ ഇവിടെ നേരെ ചെന്നൈയിൽ നിന്ന് ആന്ധ്രാപ്രദേശ്, അവിടുന്ന് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത, സിൽഗുരിയിൽ നിന്ന് ജയ്ഗോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ സിറ്റി. അവിടുന്ന് നേരെ ഈ ഭൂട്ടാനിലോട്ട് കയറുന്നപ്പോൾ നമുക്ക് എന്നോട് സാറേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, ഒരു ദിവസമാണോ? നമ്മൾ 24 മണിക്കൂർ വരെ നമ്മൾ അവർക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻ്റ് നമ്മൾ വണ്ടിയെല്ലാം രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഇപ്പം തലേദിവസം ചെല്ലുന്നെങ്കിൽ നമ്മൾ ആദ്യം പോയി നമ്മുടെ പേര് പേയ്മെൻ്റ് ഒന്നുമില്ല. അവിടെ പോയി നമ്മുടെ ആധാർ കാർഡല്ല മറ്റേ വോട്ടർ ഐ ഡി കാണിച്ചിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുക. വണ്ടി രജിസ്റ്റർ ചെയ്യാൻ അവർക്കൊരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ കയറി ആദ്യം നമ്മളെ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം വണ്ടി രജിസ്റ്റർ ചെയ്യാം. നമ്മളെ ആ ഡ്രൈവേഴ്സിനെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ എൻട്രി ചെല്ലുമ്പോൾ അത് കാണിക്കും. അവർ സ്കാൻ ചെയ്യും, കയറിപ്പോകും. അപ്പോൾ നമ്മളോട് പറയും നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ കിടന്ന് കറങ്ങാനുള്ള പാസേ ഉള്ളൂ, അങ്ങോട്ട് ദൂരോട്ട് പോകാനായിട്ടില്ല. അതായത് നമുക്ക് ടിമ്പു ഒക്കെ പോകാൻ ഭയങ്കര രസമാണ് കേട്ടേക്കുന്നത്. രാജാവ് താമസിക്കുന്നതാണ്. അല്ല, നമുക്ക് എവിടെ വരെ പോകാൻ പെർമിഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ ഫുൺഷോലിങ്ങിലാണ് കയറുന്നത്. അതിൻ്റെ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങാം. അതിൻ്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. ഭയങ്കര ഡിസിപ്ലിൻഡ് ഉള്ള രാജ്യം. ഹോൺ അടിക്കത്തില്ല. നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വല്ലായി തോന്നുന്നു. ഇതിന് മാത്രം ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? അവർ പൈസ ഒക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പൈസ പോലും തരുള്ളൂ. അയ്യോ, അത് കാണുമ്പോൾ നമുക്ക് നമ്മളെന്തിനാടാ ഇത്ര ബഹുമാനിക്കുന്നത്? ഭക്ഷണത്തിന് ഭയങ്കര പൈസ തന്നിട്ടുണ്ട്, നല്ല കാശാണ്. നല്ല റേറ്റ് വരുന്നുണ്ട്. ഭക്ഷണം വലിയ എനിക്ക് അത്ര ഒരു പ്ലസ് ആയിട്ട് തോന്നിയില്ല. ഫ്രൈഡ് റൈസ് ഒക്കെ അങ്ങ് മരിച്ച ഫ്രൈഡ് റൈസ് ആയിരുന്നു, ഉണങ്ങി. ആണോ? ഇത് ഇവിടുന്ന് അവിടെ ഇത്ര ദൂരമൊക്കെ യാത്ര ചെയ്തില്ല. ഫുഡൊക്കെ നല്ല സ്ഥലമൊക്കെ എവിടെയാണ് തോന്നിട്ടുള്ളത്? നോർത്തിലോട്ട് വന്ന് അടിപൊളി ഫുഡാണ്. ബട്ടർ നാനും പനീറും ആണല്ലേ, സൂപ്പറാണ്. അതുപോലെ തന്നെ അവരുടെ നോൺ വെജ് ആണെങ്കിലും നല്ലതാണ്. ഈ പ്രാവശ്യമൊക്കെ നോൺ വെജ് പോയിട്ട് ഞങ്ങൾ കഴിച്ച ആന്ധ്ര ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്, ഭയങ്കര ഗ്രേവിയൊക്കെയാണ്. പിന്നെ ബിരിയാണിയൊക്കെ 2 ഒന്നും പറഞ്ഞേക്കല്ല. ഒരു വലിയ ചെരുവത്തിനകത്താണ് ഒരു ബിരിയാണി കൊണ്ടിരുന്നത്. അത് 2-3 പേരുണ്ടെങ്കിലേ തീരുള്ളൂ. വിലയൊക്കെ ഉണ്ടോ അവിടുത്തെ? വിലയുണ്ട്, 300 രൂപ 400 രൂപയൊക്കെ ഒരു ബിരിയാണി. ഒരു ബിരിയാണി ഒരു 3 പേർക്ക് കഴിക്കാം. ഞാൻ ഈ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ, ഈ ബട്ടർ ചിക്കൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം, എനിക്ക് വലിയ എക്സ്പോഷർ ഒന്നുമില്ല. നമ്മൾ കൂടി പോയ ബാംഗ്ലൂരല്ലേ കോട്ടയമൊക്കെ പോയിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ കോട്ടയത്ത് നിന്ന് ബട്ടർ ചിക്കൻ, സാർ ഓർക്കുന്നുണ്ട്, നമ്മൾ പണ്ട് ഷാലിമാറൊക്കെ അവിടെയൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ പണ്ട്. ഇപ്പം എനിക്ക് വന്നത്, ഞാൻ പൂനെയിൽ ജീപ്പിൻ്റെ ഒരു ട്രെയിൽ ഹോക്ക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ ഒരു ഇതിന് പോയി, ട്രെയിനിങ്ങിന് പോയി. അപ്പം പൂനെയിൽ താഴെ ബാറും എൻ്റെ മേളിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. അപ്പം അവിടുത്തെ ഒരു സെറ്റപ്പ്, അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു. മേളിൽ റൂംസും താഴെ എൻ്റെ ബാർ സെറ്റപ്പാണ്, ലോക്കൽ ബാറാണ്. അപ്പം താഴെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ കൊണ്ട് അവർ ഫുഡ് തരും, അങ്ങനെ ചെയ്യാം. അപ്പം ഈ ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേരൊക്കെ കുറച്ച് കഴിക്കുകയായിരുന്നു. എനിക്ക് കഴിപ്പില്ലാത്തതുകൊണ്ട് ഈ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ്, എൻ്റെ ദൈവമേ, ഞാൻ ഈ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് നാക്കി കിട്ടിയിട്ട് ഞാൻ ഈ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഈ
നാടുകൾ മുഴുവൻ നടന്ന് ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്തിട്ടൊന്നും എനിക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല. അവന്മാരുടെ ബട്ടർ ചിക്കനൊക്കെ ടേസ്റ്റ്. എക്സാമ്പിൾ പറയാം, നമ്മുടെ ഇവിടുത്തെ ബട്ടർ നാൻ മേടിച്ചാലേ ആ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ പിന്നെ വലിച്ച മുഖത്തടിക്കും. ആണല്ലേ? അവരുടെ തണുത്താലും പഞ്ഞി പോലെയാണ്. അത് തട്ടുകടയിലും കിട്ടും, എല്ലാം കിട്ടും. ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പം തട്ടുകടയിലും ലോറിക്കാർ കഴിക്കുന്നതാവാം. പക്ഷെ അപ്പം നമ്മൾ മറ്റേ പ്രോബയോട്ടിക്കൊക്കെ മരുന്നൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അല്ലേ വയറൊക്കെ ഏതുവഴി പോയെന്ന് ചോദിച്ചാൽ മതി. വെള്ളം മിനറൽ വാട്ടർ അല്ലാതെ കുടിക്കരുത്. എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് പിന്നെ ഇവിടെ ഡൽഹിയിലെ ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഒരു ദിവസം ആശുപത്രി കയറി. ആണല്ലേ? ചിലപ്പോൾ പണി കിട്ടിയാൽ കിട്ടിയത്. വൃത്തി എന്ന് പറഞ്ഞാൽ വൃത്തിയില്ല. ഇപ്പം ഞങ്ങളൊരിടത്ത് ചെല്ലുമ്പം നമ്മുടെ ഐഡയൊക്കെ ഇല്ലേ, അമ്മാതിരി സെറ്റപ്പിലുള്ള ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ചാർജിങ് സ്റ്റേഷനുള്ളത്. ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ കിച്ചൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ അങ്ങോട്ട് പോയപ്പോൾ ഈ ഹോട്ടൽ കണ്ടുകൊണ്ട് ഞാനും ഇവനോട് പറഞ്ഞ് നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന്. എൻ്റെ ദൈവമേ, ആ കിച്ചൻ്റെ പരുവം കണ്ടാലോ. ഇപ്പോഴത്തെ ഹോട്ടൽ പറഞ്ഞാൽ നമ്മുടെ ഐഡ ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പിലുള്ള ഒരു ഹോട്ടൽ. അത്രയ്ക്കും സെറ്റപ്പ്. നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കും. അത്രയ്ക്കും നല്ല, വേറെ ഒരു വൃത്തിയോടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയ്ക്കും നല്ല രീതിയിലുള്ള. അപ്പം കിച്ചൺ എന്ന് പറഞ്ഞാൽ അയ്യോ സഹിക്കത്തില്ല. അവൻ ആ തോർത്ത് വെച്ച് മുഖം തുടയ്ക്കും. നമ്മൾ ഈ ചില റീൽസിനകത്തൊക്കെ ചിലർ റീൽസ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയല്ലേ, കുളിച്ചിട്ട് വന്ന് അത് വെച്ച് പൊറോട്ട കൂടുന്ന പോലെ ആ ഒരു സെറ്റപ്പ്. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരിടത്തും വൃത്തിയില്ല. ഒരിടത്തും നല്ല കത്തിയാണ്, ഫുഡ് നല്ല കത്തിയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയ്ക്കൊന്നും തീരെയില്ല. ഞങ്ങൾ പിന്നെ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ നൂഡിൽസും ബട്ടറും ബ്രെഡും മുട്ടയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അങ്ങ് പോയി. നമ്മുടെ മെയിൻ കോക്കി മകനായിരുന്നു. എടാ നൂഡിൽസ് ഉണ്ടാക്കടാ, നിങ്ങൾ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ കയറ്റും. രസമെന്ന് വെച്ചാൽ അടുപ്പ് കത്തുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്ക് ചൂടത്തായിരുന്നു ഉണ്ടാക്കുന്നത്, കണ്ണുപോലും കാണുന്നില്ല. അപ്പം ഇപ്പം ഈ വണ്ടിയിലപ്പോൾ ഇനിയും പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും പോകും. ഞാനിപ്പോൾ ഇപ്പോൾ ഈ അലമ്പ് നടക്കുന്നുണ്ടല്ലോ, ഞാൻ ലേ പോകണമെന്ന് ഓർത്തിരിക്കുക. എനിക്ക് പ്രശ്നമൊന്നും പേടിയൊന്നും തോന്നില്ല. എനിക്ക് അല്ലെങ്കിലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഉടനെ ഒന്നുമില്ല. ഇല്ല. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഇപ്പോൾ സാറിന് ഇപ്പോൾ 200 കിലോമീറ്ററുള്ള വണ്ടി ഇത്രയും പോകാന്നുണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഇപ്പോൾ ബി വൈയുടെ മറ്റേ E6 എന്നൊക്കെ പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ, മറ്റേ ഇനോവ പോലെ ഇരിക്കുന്ന വണ്ടി. അതൊക്കെയാണെങ്കിൽ ഭയങ്കര സ്പേഷ്യസ് അല്ലേ? ഇന്ത്യ കഴിഞ്ഞ് വേണേൽ പോകാൻ പറ്റും. വേണമെങ്കിൽ അത് കിടന്ന് ഉറങ്ങാം. അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ശരിക്കും പോകാൻ പറ്റിയ ഒരു നല്ല റൂട്ടുണ്ട് തായ്ലൻഡ്. ആണല്ലേ? വണ്ടിയെ പോകാം. പക്ഷേ എന്തൊക്കെയോ ഒരു തായ്ലൻഡിലെ പ്രശ്നം വെച്ചാൽ മണിപ്പൂര്, മ്യാൻമാർ, ഈ രണ്ട് സ്ഥലത്തും ഭയങ്കര ഇഷ്യൂസാണ്. ഇപ്പോഴും ഉണ്ട്. മ്യാൻമാറൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊരു തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പില്ല. സേഫല്ല, ഒട്ടും സേഫ് ആണല്ലേ? പക്ഷേ ആ റൂട്ടിൽ നമുക്ക് EV കൊണ്ട് പോകാൻ പറ്റുമല്ലേ? നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് 5000 കിലോമീറ്ററേ ഉള്ളൂ തായ്ലൻഡ്. അറിയോ? നമ്മൾ 5000 കിലോമീറ്റർ മര്യാദയ്ക്ക് ഡീസൽ വണ്ടി ഓടിക്കാൻ 5 ദിവസം കൊണ്ട് എത്തും. ഞാൻ ശരിക്കും പണ്ട് ഈ യൂട്യൂബേഴ്സൊക്കെ ഹിച്ചാക്കി ഇതൊക്കെ അങ്ങോട്ടൊക്കെ പോകുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ ഈ അവിടെ ഒത്തിരി പ്രശ്നമുണ്ട്. ചിലയിടത്തൊക്കെ ഒരുപാട് ഇഷ്യൂസുണ്ട്. എനിക്കത് ഇപ്പോഴും ഉണ്ടെന്നല്ലേ? അവിടെയൊക്കെ പ്രശ്നമുണ്ട്. ഞാനെപ്പോഴും നമ്മൾ അവൻ്റെ നാടാണ്. അവൻ്റെ അറിവില്ലായ്മയും വിവരക്കുറവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി യാത്ര ചെയ്യുക. നമ്മൾ ആരെയും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവനെ നന്നാക്കാമെന്ന് പറഞ്ഞു നമ്മളൊരു യാത്ര പോയി, നമ്മൾ കണ്ടു, അത് ചെയ്യരുത്, ഓക്കെ, ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ കിടന്നല്ലല്ലോ കാണിക്കുന്നത്. അടിയിടിയൊക്കെ ഇതുവഴി കിട്ടിയത്. നമ്മുടെ നാടാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരേ ഡെവലപ്മെൻറ്റ് എല്ലായിടും. ഇപ്പം മണിമലയിൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നാൽ ഇതിന് ചുറ്റുവട്ടത്തുള്ള വഴികളെല്ലാം നല്ലതാണ്. എല്ലാവരുടെയും ലിവിങ് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെയാണ്. മറ്റേത് അങ്ങനെയല്ല. നമ്മൾ പോകുന്ന ഹൈവേയും ടൗണുകളിലും ഉള്ള ആ ഒരു സൗന്ദര്യവും ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അട്ടർ ഇതിലാണ്. ഡെവലപ്മെൻറ്റൊക്കെ സീറോ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വഴി ഒരിടത്തും ഇല്ല. ഇത്ര മോശപ്പെട്ട് കിടക്കുന്ന വഴിയോ അല്ലെങ്കിൽ അതുപോലെ നശിച്ച് നാരായണക്കല്ല് അല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ മോശമായി കിടക്കുന്ന ഒരു കോളനി പോലും, അങ്ങനെ ഒരു കോളനികൾ താമസിക്കുന്ന ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡൊന്നും അങ്ങനെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അതെ അല്ലേ? അപ്പം സാറേ ശരിക്കും പറഞ്ഞാൽ അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൂരയാത്രയൊക്കെ ചെയ്യും, മീൻസ് ഓൾ ഓവർ ഈ ഇന്ത്യ കവറപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് കൺട്രി അങ്ങനെയൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്ര കിലോമീറ്റർ റേഞ്ചുള്ളൊരു വണ്ടി എടുക്കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ 200 കിലോമീറ്ററുള്ള വണ്ടിയെ പോയില്ലേ, അപ്പം പിന്നെ അതിന് മേലോട്ടുള്ള ഏതെടുത്താലും നല്ലതാണ്. ഓവർ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പമില്ല. അറിയോ, ഇപ്പോൾ നമുക്ക് ഒരിടത്തൊരു പോകണം, ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പോകണം, ഇപ്പോൾ ഒരു ഫുൾ ചാർജിങ്ങിന് നമുക്ക് അവിടെ എത്തി അവിടെ നിന്ന് ചാർജ് ചെയ്ത് തിരിച്ച് വരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ.
ഈ മറ്റേ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടി രാത്രി കുത്തിയിട്ടാൽ രാവിലത്തേക്ക് റെഡിയാണ്. മറ്റേ ഏത് വണ്ടിയാവും? സ്ലോ 3.3 അല്ലേ ചാർജറുള്ളൂ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കുത്തുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് 3.3യുടെ പോർട്ടബിൾ ചാർജറിലേ പണി നടക്കുകയുള്ളൂ. 20 അല്ലെ 25 hours എടുക്കും അല്ലേ? ഇത്ര സമയം എടുക്കും. നമുക്കത് സമയം ഒറ്റ ദിവസം ചാർജ് ചെയ്ത് വൈകുന്നേരം ഇപ്പോൾ ഒരു 20-25 കുത്തിയിടുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നമ്മൾ റെഡിയാണ്. അല്ല ഇപ്പം സാറ് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തോന്നുന്നു സാറ് സമയം തരുവാണെന്നുണ്ടെങ്കിൽ കോമറ്റ വേണേലും കോമറ്റ് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ആപ്പിളിയെ സമ്മതിച്ചു കൊടുക്കേണ്ട ടീമാണ്. 1,00,000 കിലോമീറ്റർ അല്ലേ കോമറ്റയിൽ ഓടിച്ച്. 2.5 വർഷം കൊണ്ടാണ്. 2.5 സമ്മതിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ലല്ലോ. നമ്മളൊക്കെ ഫാസ്റ്റ് ചാർജ് ചെയ്ത് പോയെന്ന് കരുതാം. പുള്ളി ഫുള്ള് സ്ലോ ചാർജ് ചെയ്ത് ഒരു 200 കിലോമീറ്റർ കൂട്ടിക്കോ ഒരു ദിവസം. എല്ലാ ദിവസവും തന്നെ 200 കിലോമീറ്റർ വൈകുന്നേരം വരെ ഇരിക്കുന്ന കാറല്ലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അത്രയും. അല്ല സ്ലോ ചാർജ് ചെയ്ത് അത്ര ഓടിച്ചെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പം ഇനി ടാറ്റ എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ സാറിൻ്റെ അഭിപ്രായം എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? നെക്സോൺ 45 ഞാനെപ്പോഴും പറയുന്നത് നെക്സോൺ 45 വരെ എടുക്കുക. ആ പ്രൈസ് റേഞ്ചിലുള്ള വണ്ടി. വേറെ ബ്രാൻഡിനോട് സാറിന് റെക്കമെൻഡേഷൻ വല്ലതും ഉണ്ടോ? ടാറ്റ ഞാൻ ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് സാറിൻ്റെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു എല്ലാ വണ്ടികൾക്കും കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. ഞാൻ പറയാമല്ലോ, ബേസിക്കായിട്ട് എല്ലാ വണ്ടികൾക്കും കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. സർവീസും എല്ലാവരുടെയും ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. വലിയ ഒരു ഹൈപ്പ് പറയാൻ വെഹിക്കിൾ ക്വാളിറ്റി നല്ല ഉണ്ടാവുമല്ലോ സാറേ. സർവീസ് മോശമാണേലും അതും ആരും അങ്ങനെ പറയാം. അങ്ങനെ ഈ ടാറ്റയുടെ ഈ മല്ലൻ വണ്ടി ആയതുകൊണ്ട് ഇടിയുടെ ക്വാളിറ്റിയിലൊക്കെ എല്ലാവരും ടാറ്റ വണ്ടി തന്നെയാണ് പ്ലസ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ടാറ്റയ്ക്ക് എപ്പോഴും കസ്റ്റമേഴ്സിനേക്കാളും വലുത് അവരുടെ സ്റ്റാഫിനെയാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിടണമെങ്കിൽ ടാറ്റ സ്റ്റാഫിനെ പറഞ്ഞില്ല, കസ്റ്റമർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. കുറേയൊക്കെ അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വണ്ടിയുടെ അണ്ടറിലെ ബാറ്ററി കവറുണ്ടല്ലോ, അത് ടാറ്റയുടെ വണ്ടിയിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ മാറിക്കും. റിപ്പയർ ചെയ്ത് വരുന്ന ബാറ്ററിക്ക് ഈ സ്ക്രാച്ച് ഉള്ളത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് അതൊരു ലോജിക്കില്ലല്ലോ. അല്ലെങ്കിൽ അവർ റിപ്പയർ ചെയ്ത് തരുന്ന ബാറ്ററിക്ക് അങ്ങനത്തെ പാടും പുള്ളി ഇല്ലാത്ത ഒരു ബാറ്ററി തരണം, സ്ക്രാച്ച് വന്നതുകൊണ്ട് കംപ്ലൈൻ്റ് ആണെങ്കിൽ. അതൊക്കെ ഒരു ചെറിയൊരു മൈനസാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഹുണ്ടായുടെ വണ്ടികൾ എനിക്ക് തോന്നുന്നു ഷോറൂമിൽ തന്നെ ബാറ്ററി കുറേ റിപ്പയർ ചെയ്യുന്നുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഹുണ്ടായി ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു കമ്പനിയുടെ അങ്ങനെയാണ്. സാർ ഇതിൻ്റെ ഡോറിൻ്റെ വണ്ടിയുടെ ഫുൾ ഡാമ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ ഡാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വണ്ടി ഫുൾ ഡാമ്പ് ചെയ്തേക്കുക. 4 ഡോറ്, റൂഫ്, ഡിക്കി, നമ്മുടെ വീൽ സ്പേസ് അത് ഫുൾ ഡാമ്പ് ചെയ്തു. വീൽ ആർച്ചുകൾ. ഈ വണ്ടി ഫുൾ ഡാമ്പ് ചെയ്യണമെങ്കിൽ എത്ര വേണം? ഇത് ഞാൻ ചെയ്ത പോലെ ചെയ്യാണ്ടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-25 രൂപയ്ക്ക് എടുത്തെങ്കിലും. ഈ വണ്ടി ഫുൾ ഡാമ്പ് ചെയ്യണം. എന്നാ സമയം എടുക്കും ചെയ്യാൻ വേണ്ടി? ഫുള്ള് ഇപ്പം എൻ്റെ വണ്ടി ചെയ്തേക്കുന്ന പോലെയാണ് ഒരു 2 ദിവസമെങ്കിലും എടുക്കും. 2 ദിവസം എടുക്കും അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ഈ തിരക്ക് പിടിച്ചിട്ട് കിള്ളി പറിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോയാൽ ചിലപ്പം ചില ക്ലിപ്സ് ഒന്നും കിട്ടിയില്ല. നോർമലി ചില ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ ഔട്ട് സൈഡ് നോയ്സും ടയർ നോയ്സ് ഒക്കെ വണ്ടിക്കകത്ത് കയറി വരുന്നുണ്ട്. ഔട്ട് സൈഡ് ഒത്തിരി വണ്ടിയുടെ ഒച്ച, ഹോണിൻ്റെ സൗണ്ട്, ടയർ നോയ്സ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ല വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ വണ്ടി കൊണ്ട് ആദ്യം ഇതിന് ഒച്ചയില്ലല്ലോ. അപ്പം ഞാൻ ഇത് ഡാമ്പ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത് ഒരു ബ്ലോക്കിൽ നിൽക്കുക. അപ്പം ബൈക്കുകാരൻ വന്ന് കൊട്ടിട്ട് വന്നു, ചേട്ടൻ്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാം കേട്ടോ, നമ്മളകത്തിരുന്ന് സംസാരിക്കുക. പുറത്താണ് ഇപ്പോൾ അത് വളരെ കുറവാണ്. പുറത്തങ്ങനെ അധികം കേൾക്കത്തില്ല. ഓഹോ. അപ്പം ഒരു ഡോർ വൈസ് അപ്പം അവിടെ സൈസ് വൈസ് ആണ് സാർ റേറ്റ് പറയുന്നത്? ഒരു നോർമൽ സൈസിലുള്ളതാണ് 2,500 രൂപ വരും. വലിയ സൈസൊക്കെ ആണെങ്കിൽ സൈസിനനുസരിച്ച് വ്യത്യാസം വരും. വലിയ വണ്ടികളൊക്കെ ചെയ്യുവാണെങ്കിൽ ഔട്ട് സൈഡ് നോയ്സ് ഒത്തിരി പിന്നെ നല്ല വ്യത്യാസമുണ്ട്. ഔട്ട് സൈഡ് നോയ്സ് നല്ല വ്യത്യാസം വരും. വൈബ്രേഷൻസ്, ഡോർ വൈബ്രേഷൻസ് ഒക്കെ നല്ലപോലെ കുറയും. ആണല്ലേ? അതെ. ഡോർ കുറച്ചുകൂടെ ഹെവി ആവും. ഓക്കെ. അപ്പം അപ്പോൾ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇനി പുതിയതായിട്ട്? ഇനി വണ്ടി EV എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരോട് എന്തെങ്കിലും? EV എടുക്കാൻ പോകുന്നവരോട് നമ്മുടെ ഓട്ടോ ഉണ്ടെങ്കിൽ EV എടുക്കുക, അല്ലെ അതിന് പോവുകയേ ചെയ്യരുത്. ഏത് വണ്ടി എത്ര കാശുണ്ടെങ്കിലും അതിന് പോകരുത്. ടൈം വേസ്റ്റാണ്, മണിയും വേസ്റ്റാണ്. ഞാൻ ഒരു അഭിപ്രായക്കാരനാണ്. നമുക്ക് നല്ല ഓട്ടോ ഉണ്ട്, ഡെയിലി ഒരു 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ഒരു സംശയം വേണ്ട. EV എടുക്കാവുള്ളൂ. ഈ വണ്ടിക്ക് ഡിസ്ചാർജ് വല്ലതും വന്നിട്ടുണ്ടോ ബാറ്ററിക്ക്? ഇല്ല, ഈ ബാറ്ററിക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു ബാറ്ററി മാറിയായിരുന്നു എൻ്റെ 90,000-ന്, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പോഴും 220 കിലോമീറ്റർ അടുത്ത റേഞ്ച് കിട്ടുന്നുണ്ട്. ടാറ്റയുടെ ഏത് വണ്ടി എടുത്താലും 100 കിലോമീറ്റർ കുറച്ച് കൂട്ടിയാൽ മതി. ആണല്ലേ? അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് റേറ്റിംഗ്. എങ്ങനെയാണ് കമ്പനി 320 പറയും, നമുക്ക് കിട്ടുന്നൊരു 220. നീ അടുത്ത വണ്ടി എടുക്കുകയാണെങ്കിൽ ടാറ്റ എടുക്കത്തുള്ളൂ അതോ? ടാറ്റ എടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ടാറ്റയ്ക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ അൺലിമിറ്റഡ് വാറണ്ടിയിൽ 4 ഫാസ്റ്റ് ചാർജിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എനിക്ക് താല്പര്യമില്ല.
അപ്പോൾ എനിക്ക് തോന്നുന്നത് BYD മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ. BYD മാത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്ന്, കസ്റ്റമർ സീലൈനല്ല വന്ന്, സീലൈന വന്നിട്ട് ആള് ചങ്ങനാശ്ശേരിയിൽ ചാർജ് സ്റ്റേഷനുള്ള സാറ് എന്നോട് അദ്ദേഹം പറഞ്ഞ് ഞാൻ വീട്ടിൽ ചാർജ് ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സാറിന് ചാർജ് സ്റ്റേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും സാർ ചാർജ് ചെയ്യാത്തത്. അല്ല അതുകൊണ്ടല്ല, ഞാൻ ഫാസ്റ്റ് ചാർജിങ് എപ്പോഴും ചെയ്യും. ഞാൻ പറഞ്ഞു സാർ ഫാസ്റ്റ് ചാർജിങ് ഞാൻ എപ്പോഴും ചെയ്യാൻ പറ്റുമോ? എൻ്റെ വിചാരം ഒരുമാതിരിപ്പെട്ട ബ്രാൻഡുകളെല്ലാം തന്നെ ഇത്ര ടൈമും 4 ടൈമും സ്ലോ ചെയ്ത് ഫാസ്റ്റ് ചാർജ് ചെയ്ത് ശരിക്കും ഉണ്ടല്ലോ. അത് ശരിക്കും ശരിക്കും കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു മിസ് ഇൻഫർമേഷൻ പാസിംഗ് ആണ്. ശരി, ഇവർ 4 പ്രാവശ്യം പറയുന്നതെന്ന് അറിയോ, ഓപ്പർച്യൂണിറ്റി ചാർജിങ്ങാണ്. അതായത് ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് എനിക്ക് 80% നിർത്തി ഒരു 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സെൽ ബാലൻസിങ്ങിന് പതുക്കെ കോട്ടം തട്ടാൻ തുടങ്ങും. അന്നേരം ഒന്നും അറിയില്ല. പിന്നെ അത് ചിലർക്കാണെങ്കിൽ കുറേ കൂടെ മുന്നോട്ട് ഓടിക്കിട്ടും, ചിലർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ 4ാമത്തേത് ഫാസ്റ്റ് സ്ലോ ചാർജ് ചെയ്യണമെന്ന് പറയുന്നത്. അതേസമയം എല്ലാം ഫാസ്റ്റ് ചാർജിങ്ങും 100% ആക്കുകയാണെങ്കിൽ സെൽ ബാലൻസിങ്ങിന് ഇഷ്യൂസ് വരികയില്ല. അതല്ലേ, പക്ഷേ ബാറ്ററി ഡീഗ്രഡേഷൻ ഇച്ചിരി ഫാസ്റ്റ് ആകും. അത് സംശയമൊന്നും വേണ്ട. കാരണം വെച്ചാൽ ഹീറ്റ് റെസിസ്റ്റൻസ് ഹീറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യുമല്ലോ. എനിക്ക് അപ്പോഴാണ് മനസ്സിലായി BYDക്ക് ഫാസ്റ്റ് ചാർജിങ് ലിമിറ്റേഷൻ ഒന്നും ഇല്ലല്ലേ. ശരിക്കും അത് കമ്പനി വെച്ചേക്കുന്നുള്ളൂ. ഏത് വണ്ടി ഇപ്പം നിങ്ങളുടെ മറ്റേ വിൻസർ ആയിക്കോട്ടെ, ടാറ്റയുടെ വണ്ടി ആയിക്കോട്ടെ, ഏതും ചെയ്യാം, ഒരു കുഴപ്പമൊന്നുമില്ല. ഈ ചെയ്യുന്ന പാറ്റേൺ ഇതുപോലെ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന എല്ലാം 100% ഒരു സെൽ ബാലൻസിങ് ഡിഫറൻസും വരികയില്ല. നിങ്ങൾക്ക് അവിടെ ഡെമോ വണ്ടിയല്ലേ ഉള്ളൂ, അടുപ്പിച്ച് ചെയ്ത് നോക്കൂ, ഒരു കുഴപ്പം വരികയില്ല. എന്നിട്ട് അവിടെ ഏതായാലും സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറും ഉണ്ടല്ലോ, എന്തായാലും സെൽ ബാലൻസിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന്. നമുക്കിതിപ്പം സർവീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമുക്ക് അത് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതെങ്ങനെ ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുകയാണ് നിങ്ങളത് ഫോളോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. കാര്യം അവർ വേണമെങ്കിൽ കാണിച്ചു തരും, നിങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ പാറ്റേൺ ചാർജ് ചെയ്തേക്കുന്നത്, കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ബ്രേക്ക് ചെയ്യരുത്, എൻ്റെ ഒരു പോളിസിയാവും. ഇപ്പോൾ നമ്മൾ എമർജൻസിക്ക് ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്നും ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നതാണ് ബാറ്ററി പോകും, ഉറപ്പായിട്ടും പോകും. ബാറ്ററി പോകും അല്ലേ. പ്രത്യേകിച്ച് ടാറ്റയുടെ വണ്ടിക്ക് ഫുള്ളാണ് ഏറ്റവും ഇഷ്ടം. 100% ആക്കുക. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒന്നും നോക്കാറില്ല, എല്ലാ ചാർജിങ്ങും 100%ലാണ്. ലോങ് പോകുമ്പോൾ പൊതുവേ ഞാൻ 20% താഴോട്ട് കൊണ്ടുവരാറുമില്ല. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, റിസ്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ കംഫർട്ടിനെ കുറിച്ച് എന്താ പറയുക? അടിപൊളിയാണ്, എത്ര ഓടിച്ചാലും ഒരു മടുപ്പില്ല. ടയർ എന്തുമാത്രം മാറ്റമുണ്ട് ഈ 2 ലക്ഷത്തിന്? 4ാമത്തെ ടയറായത്. 4ാമത്തെ ടയർ അല്ലേ. അപ്പോൾ ഒരു ഇതൊരു 30,000 കിലോമീറ്റർ ആയി കാണും. ഓക്കെ. ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയ ടയർ ഏതാ? ഈ MRF 100. അത് എനിക്കൊരു 75-80 മാക്സിമം കിട്ടിയേക്കുന്നത്. 1.30 ഓടിച്ചവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഒരു ടയർ കഴിഞ്ഞ ദിവസം 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 1000-ൻ്റെ ടയർ മൈലേജ് ഒരു 25-30 കിട്ടുള്ളത്. V6 ആണ് 20,000 കിലോമീറ്റർ ഉള്ളൂ. അത്രയ്ക്ക് ടോർക്കല്ലേ വണ്ടിക്ക്? ഈ V6 20,000 കിലോമീറ്റർ ടയർ മൈലേജ്. അത് മാത്രമല്ല ടയറിൻ്റെ വില 25,000 രൂപയാണ്. ഇത് എവിടെ ചെന്ന് ഓടും? എനിക്കൊന്ന് ടയർ സോഫ്റ്റ് കോമ്പൗണ്ടും വണ്ടി അത്രയും ടോർക്ക് ആയതുകൊണ്ട് അത്മാരി പിടിക്കുന്ന ടയറും റോഡുമായിട്ട്. നമ്മൾ ആ വണ്ടിയും കൊണ്ടൊക്കെ നമ്മളെ ഈ ഓട്ടത്തിന് ഓടുവാണെങ്കിൽ ഒരു വർഷം 2 ടയർ മാറണം. അപ്പം തന്നെ ലാഭം തീർന്നു. പിന്നെ മറ്റേ ഡീസൽ വണ്ടി ഓടിക്കുന്നു ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. 20,000 കിലോമീറ്ററിൽ ഒരു സെറ്റ് ടയർ മാറിയെന്ന് പറഞ്ഞാൽ 5 രൂപ ഒരു കിലോമീറ്ററിന്. 5 രൂപ നേരെയും കയറി. ശരി, 5 രൂപ നേരെയും കയറി. നമുക്കിതെല്ലാം കൂടെ കൂട്ടിയാൽ പോലും അത്രയും വരികയല്ല. ഇത് എക്കണോമിക് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 20 വരെ അല്ലേ? 20 ഒക്കെ ഇച്ചിരി 20 ഇപ്പോൾ ടോപ്പ് റേഞ്ച് വണ്ടി 20 വരെ എടുക്കാം. ഒരു എക്കണോമിക് ഒരു പർച്ചേസ് 20+ ഒന്നും എക്കണോമിക് ഒന്നുമില്ല, എല്ലാം ലക്ഷറിയാ. ഈ ഞാൻ ലക്ഷറി വണ്ടി എടുക്കുന്നവർ കൂടുതലും അവർ ഡിപ്രിസിയേഷൻ, ഈ EVക്ക് വണ്ടിക്ക് ഡിപ്രിസിയേഷൻ കൂടുതലാണ് ടാക്സിൽ 40% ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരൊക്കെ വലിയ വണ്ടി, അവർ വലിയ വണ്ടി എടുത്ത് ഒരു 2-3 വർഷം കഴിയുമ്പോൾ അവർക്ക് വണ്ടി ഫ്രീ ആയി. എഴുതിത്തള്ളി നമ്മൾ ഈ ചെറിയ കാര്യത്തിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഡിപ്രിസിയേഷൻ ഒന്നും നമുക്ക് ആവശ്യം വരാത്തതുകൊണ്ടാണ് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. ശരി, കമ്പനികൾക്ക് ഡിപ്രിസിയേഷൻ എഴുതിത്തള്ളാം, അപ്പോൾ അവർക്ക് കമ്പനിയുടെ പേര് വണ്ടി മേടിച്ചാലും ലാഭമാണ്. ഞാൻ ഇതുവരെ ഒരു ലക്ഷറി വണ്ടി പോലും ഒരിടത്തും ചാർജ് ചെയ്യാൻ വരുന്നത് കണ്ടിട്ടില്ല, ഒരിടത്തും. ഞാനും കണ്ടില്ല. BMW അല്ലെങ്കിൽ ഒന്നുമില്ല, ഈ സീലൈനൊന്നും ചാർജ് ചെയ്ത് ഞാൻ കണ്ടുപോലും അല്ലേ. ഒന്നാമത്തെ കാര്യം ഒരിടത്ത് ചാർജ് ചെയ്താൽ അടുത്തടുത്ത് ചെല്ലെന്ന് പറയുമ്പോൾ ആ പറഞ്ഞ കിലോമീറ്റർ കിട്ടും. അതാണ് ഇപ്പം സീലൈൻ ഒരു 500 കിലോമീറ്റർ കിട്ടും, അല്ലെങ്കിൽ 400 കിലോമീറ്റർ കിട്ടും എന്ന് പറഞ്ഞാൽ 401 കിലോമീറ്റർ കിട്ടും. എനിക്കൊന്ന് പോയിട്ട് അവർക്ക് തിരിച്ച് വീട്ടിൽ വരാം. ചാർജ് ചെയ്തത് നമ്മുടെ ഇവിടെ 400 എന്ന് പറഞ്ഞാൽ 220 നോക്കിയാൽ മതി, അതാണ് വ്യത്യാസം. ഓക്കെ. അത് ഭയങ്കര. അത് മാത്രമല്ല അവർ പിറ്റേ ദിവസം ആ വണ്ടിയും കൊണ്ടല്ലായിരിക്കും പോകുന്നത്, പിറ്റേ ദിവസം അവർ വേറെ IC എഞ്ചിനും കൊണ്ടായിരിക്കും അവർ പോകുന്നത്. 3-4 വണ്ടി കാണും, ഇത് മാത്രമായിട്ട് ഓടിക്കുകയല്ല. ശരി. അപ്പം
എന്നാ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. ഇത് ആക്ച്വലി ഒരു ഇൻ്റർവ്യൂലൊന്നും അല്ല, ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ EV ഒക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചാറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേക്കും. അപ്പം സാറേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് സാറിന്. ഞാൻ 1 മണിക്കൂർ ഞാൻ കളഞ്ഞു, 1 മണിക്കൂറിന് മേലെ കളഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാനും നമുക്കൊരു മടിയില്ല. കാര്യം എന്നറിയോ, ഈ ഇൻഫർമേഷൻസ് കിട്ടത്തില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ട് പോയിട്ട് EV എടുക്കുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ബ്ലാങ്ക് ആയി ഇപ്പോൾ EV എടുക്കരുത്. ഒരു ബേസിക് പർപ്പസ് വേണം, നമുക്കൊരു പർപ്പസ് ഇല്ല. ബേസിക് പർപ്പസും ബേസിക് ഒരു ഐഡിയ, ഞാൻ എന്തിനാണ് EV എടുക്കേണ്ടത് ഒരു ഐഡിയ വേണം. ശരിക്കും പർപ്പസ് ഇല്ലാത്ത ഒരാൾ EV എടുക്കേണ്ട 100 കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓട്ടോ ഉണ്ടെങ്കിൽ കൊള്ളാം. അല്ലാതെ ആഴ്ച 100 കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ പോലും മുതലാകും. വെറുതെ ചുമ്മാ വീട്ടിൽ വണ്ടി ഇട്ടെങ്ങനെയാണെന്ന് EV എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും EV എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞൊരു പുതിയ ടെക്നോളജിയിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ല, ഞാൻ പറഞ്ഞു. പക്ഷേ അത് പർപ്പസ് മീറ്റ് ചെയ്യില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരുവല്ല ഒരു ക്ലയന്റ് ഉണ്ട്, ആ ക്ലയന്റിന് 70 years ഓൾഡായി. അദ്ദേഹം വണ്ടി ഏറ്റവും ടോപ്പ് വണ്ടിയാണ് എടുത്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അല്ല, അതൊക്കെ എടുക്കാം, അതൊക്കെ നല്ല കാര്യം. കാരണം വെച്ചാൽ നമ്മൾ പിന്നെ ഇപ്പോൾ എല്ലാവരും പറയല്ലേ, EV എടുക്കാൻ സമയമായിട്ടില്ല, ഇനി ഒരു 5-8 വർഷം കഴിഞ്ഞ് നമ്മൾ അന്ന് ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. EV ഒരു കാര്യം ജീവിതത്തിൽ നടക്കില്ല, ഒന്നും ഉണ്ടാവുകയില്ല. നമുക്ക് സാമ്പത്തികവും സാഹചര്യവും വെക്കുന്നുണ്ടോ, ആരോഗ്യം വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് പോവാം. അപ്പോൾ അതിനകത്ത് കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഒക്കെ കാണും. നമ്മൾ ഈ 8 വർഷം കഴിയുമ്പോൾ EV ശരിയാകുമ്പോൾ തന്നെ നമ്മളുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. വീഡിയോ എനിക്ക് തുറന്നുകൊണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ ബൈ.